Good evening. Good evening, everybody. Good evening. Good evening, everybody. Good evening. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആദ്യം തന്നെ പറയുവാണ്, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പൊൻതൂവൽ കൂടി ലഭ്യമായിരിക്കുവാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ CDPO തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ നിരവധി കുട്ടികൾക്ക് അവസരം ലഭിച്ചു, റാങ്ക് ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടു എന്നറിഞ്ഞ ആ വിവരം സന്തോഷപൂർവ്വം നിങ്ങൾ ഏവരെയും അറിയിക്കുവാണ്. അപ്പം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്വന്തം പേരിലും അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അറിയിക്കുവാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ലഭ്യമാകട്ടെ, ആ തസ്തികയിലേക്കുള്ള നിയമന ശുപാർശകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളും ഞാനും അവരും ഒന്നും വേറെയല്ല. നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളുടെ ഈ VAJ കുടുംബത്തിൽ നിന്ന് അവര് വിജയിച്ച് മുന്നേറിയവരാണ്, നമ്മളിൽപ്പെട്ടവരാണ്, നമ്മളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാവർക്കും ഹൃദയമുരുകി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ICDS സൂപ്പർവൈസർ, അതേപോലെ പ്രൊബേഷൻ ഓഫീസർ തസ്തികയിലേക്കെല്ലാം നമ്മൾ അപേക്ഷകൾ അയച്ച് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയായാലും നമുക്ക് ആ തസ്തികകളിൽ വിജയക്കൊടി പാറിക്കണം. ഇന്ന് ഞാനിവിടെ അനുമോദിച്ച കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ ആകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വളരെയേറെ പ്രയോജനപ്രദമാണ്. എന്നും ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് ആകണം. അതേപോലെ ഓരോ ലിസ്റ്റുകൾ വരുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. നമ്മുടെ കുട്ടികൾ ലിസ്റ്റിൽ വന്ന് ഒത്തിരി പേർക്ക് നമുക്ക് വെളിച്ചം പകരാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളും ധൈര്യപ്പെട്ട് മുന്നേറൂ, എൻ്റെ പുറകെ വന്നുകൊള്ളൂ എന്നെല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ പറയുന്ന ഒരു വാക്കുകൾ അതിനേക്കാൾ ഉപരിയായിട്ട് അവർ കൂടി നമ്മളുടെ കൂടെ കൂടുമ്പോൾ, ഇതിപ്പോ ആർക്കും വേണമെങ്കിലും പറയാം, ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് ലിസ്റ്റില് എന്നുള്ള, അതായത് ഇന്നത്തെ രീതികൾ അതൊക്കെയാണ്. അതിൽ ചിലപ്പോൾ സത്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ അത് സത്യമല്ലാതിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ, പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ നമ്മൾ കേൾക്കുന്നവർക്ക് വിശ്വാസയോഗ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നമ്മളുടെ CDPO ലിസ്റ്റിലുള്ള കുട്ടികളുടെ കുറച്ചുപേരെ വിളിച്ചപ്പോൾ കുറച്ചു പേർക്ക് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ എല്ലാവരെയും കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കിട്ടാവുന്നവരെ, അപ്പൊ ഞാൻ ഒരു 5, 6, 7 പേര്, അവസാനം വേറൊരു കുട്ടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്യാം സാറേ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരുടെ വാക്കുകൾ നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അതെല്ലാം നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാത്ത പരിശ്രമങ്ങൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യം കീഴടക്കാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും പറയാറുള്ളത്, നടക്കില്ല എന്നുള്ളൊരു തീരുമാനമല്ല, നടക്കും. ഒത്തിരി പേര്, നമ്മുടെ പിന്മുറക്കാര് ഒത്തിരി പേര്
പലതും നേടിയവരാണ്, ലിസ്റ്റിൽ വന്നവരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അതേപോലെ അവർ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളതും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. കവി ഒളപ്പമണ്ണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കവിത ഇങ്ങനെയാണ്: തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിന വാനമിന്നിതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ടച്ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു എന്ന് തുടങ്ങിയിട്ട് കവിത അവസാനിക്കുന്നത്. ആരല്ലൻ ഗുരുനാഥ് രാരല്ലൻ ഗുരുനാഥ്, പാരിതിയിലെല്ലാവരും എന്നെ പഠിപ്പിക്കുന്നുണ്ടേതോ. അതായത് ആരല്ലൻ ഗുരുനാഥ് രാരല്ലൻ ഗുരുനാഥ്, പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടേതോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നേ. അപ്പോൾ എല്ലാവരും ഈ ദുനിയാവില് അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും നമുക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് എന്തുമാകാം, ആരുമാകാം. അപ്പൊ അതാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞ വാനം ഇന്ന് ചിരിക്കുന്നു, എന്നിട്ട് പാലുള്ളി വിതറുകയാണ് എന്നുള്ള ഇത്. വേറൊരെണ്ണം പറയുന്നു: മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട് എന്ന് ചെറു പൂന്തോപ്പിലെ പനിനീരിരക്കുന്നു. മുൾച്ചെടിയിലാണ്, മുള്ളുകളുള്ള റോസാപ്പൂവിൽ പോലും എന്താണ് നല്ല മനോഹരമായ പൂവ് വിരിയുവാണ്. അപ്പൊ ഈ തിങ്കളും താരങ്ങളും എല്ലാം ഒന്നിക്കുന്ന ഈ ലോകം മുഴുവൻ എൻ്റെ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാനുണ്ട്, പലരുടെയും അനുഭവങ്ങൾ. അതാണ് ആ മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അത്രയും ആ മുള്ളുള്ള ഇതിൽ പോലും ആ വിഷമങ്ങൾക്കിടയിലും നമുക്ക് എന്താണ് സന്തോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് നമുക്ക് പനിനീര് പറഞ്ഞു തരുന്നത്. മുൾച്ചെടിയാണെങ്കിൽ പോലും അതിന് സുന്ദരമായ പുഷ്പങ്ങൾ വിരിയുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാനായിട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും, ഓരോ ചെറു ജീവികളും നമുക്ക് പല കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാര്യം, നമ്മൾ ഇന്ന് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് ഇവിടെ കുറച്ചു പേർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും, അതുപോലെ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവരുടെ ആ പാതകൾ, അവർക്ക് ഇതെങ്ങനെയായിരുന്നു ഇത് ഉപയോഗപ്പെട്ടത് നമ്മുടെ ക്ലാസ്സുകൾ എന്നൊക്കെ അറിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒളപ്പമണ്ണ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് അവര് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയും, എങ്ങനെയാണ് അവർ പഠിച്ചതെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അപ്പൊ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, കാര്യങ്ങൾ, ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടന്നിട്ടുണ്ട്, അപ്പൊ അതിലെങ്ങനെയായിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് നാളുകളിൽ തീർച്ചയായിട്ടും നമ്മളൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചവരാണ്. നമുക്ക് തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ നാളുകളിൽ ഫേസ് ചെയ്യേണ്ടവരാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ അത് അന്വേഷിച്ച് നടക്കുകയൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇതിലപ്പുറമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എങ്കിൽ അതുമെല്ലാം ചോദിച്ചറിയാനായിട്ടുള്ളൊരു അവസരം എന്നുള്ള നിലയിലും, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിലയിലും, ക്ലാസ്സിനെ പറ്റിയെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഒരു രീതിയിലും നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകരുത്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മളുടെ പഠിപ്പിച്ചു കഴിഞ്ഞ് ഇതൊക്കെ വരൂ എന്നൊക്കെ ഉള്ള കുറേ ആശങ്കകൾ നമ്മൾക്ക് പഠിതാക്കൾക്ക് ഉണ്ടാകും. അത് സ്വാഭാവികം. അതെല്ലാം മാറ്റിക്കൊണ്ട് വേണം നമ്മൾ പഠനത്തിലേക്ക് കടക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വേദി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന എൻ്റെ മുമ്പ് ഞാൻ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും ഞാൻ
ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുവാണ്. അതേപോലെ തന്നെ അവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ അവരെ അത്യധികം പ്രശംസിക്കുവാണ്. അതോടൊപ്പം തന്നെ തിരക്കിനിടയിലും നമുക്കും നമ്മുടെ ഈ കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർ നമ്മളോട് സംവദിക്കാൻ തയ്യാറാകാനായിട്ടുള്ള അവരുടെ ആ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ ആ വലിയ മനസ്സിനെ ഞാൻ നമിക്കുവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി വിഷയങ്ങളിലേക്ക് കടക്കാം. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഒത്തിരി കുട്ടികൾ ഇടം തേടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ചില കുട്ടികൾ വരാമെന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ആരൊക്കെ വന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ എന്തായാലും എന്നോട് പറഞ്ഞ കുട്ടികൾ ഞാനൊന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങളപ്പോൾ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങളും ഈ ഇരിക്കുന്ന കുട്ടികളും നാളെ നിങ്ങളെപ്പോലെ ആകേണ്ട എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരും അതേപോലെ തന്നെ എനിക്കും വേണ്ടിയിട്ട്, അതായത് നമ്മൾ വേറെയല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടാകണം. നിങ്ങൾ VAJ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ, അതേപോലെ ഇതിലിരിക്കുന്നവരും എല്ലാം ഇനി നാളെകളിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടേണ്ട നിങ്ങളുടെ സഹപ്രവർത്തകർ. അപ്പോൾ അതങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട്, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉയരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള വിവരങ്ങളും ഒന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെ ആയിട്ട് വിളിക്കാം. ആദ്യം സ്മിത ജേക്കബ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. സ്മിത എത്തിയിട്ടുണ്ടോ? സ്മിത കേൾക്കാമോ? സ്മിത ഉണ്ടോ? സ്മിത ഉണ്ട് സാർ. അവര് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, അതാ കേൾക്കാൻ പറ്റാത്ത. അവര് കാണിക്കുന്നുണ്ട് കൈകൊണ്ട്. അതെ അല്ല, പക്ഷെ സ്മിത ഒരു നിമിഷം. അതെ അല്ലേ, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നാ, അല്ലാതെ ഇപ്പൊ വേറെ രക്ഷയില്ലല്ലോ. പറയൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്നാ ശരി. അപ്പോൾ എന്തായാലും ജസ്ന ലിസ്റ്റിലുള്ള ജസ്ന നമ്മളുടെ കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ജസ്ന നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഓക്കെ, ജസ്ന പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയമുള്ള അബ്ദുൽ ജലീൽ സാർ, XCJ സൂപ്പർവൈസർ കോച്ചിങ്ങിലേക്ക് വളരെ ആവേശപൂർവ്വം ജോയിൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും കോച്ചിങ്ങിന്റെ ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? അപ്പോൾ സാറ് ഇന്ന് വൈകിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. എന്തായാലും സാറിന്റെ ആ ഒരു ക്ഷണത്തിന് ഒരു ബിഗ് താങ്ക്സ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാനിപ്പോൾ ഒറ്റപ്പാലം അഡീഷണൽ ICDSൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ്, 2.5 വർഷമായി. പിന്നെ CDPയുടെ ലിസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ CDPന്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു VAJ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള സൂപ്പർവൈസർ പറഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്, അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ അല്ലേ, കോച്ചിങ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. 1-2 മാസങ്ങൾ എന്തായാലും ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ സാറിന്റെ ക്ലാസിന്റെ ഇല്ല സാർ? 1-2 മാസമായി സ്റ്റാർട്ട്. അതെ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ക്ലാസ്സിലാണ് തോന്നുന്നത്. 1ാമത്തെ ക്ലാസ് പറ്റിയില്ല. എന്തായാലും 2nd ക്ലാസ് മുതലേ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ സാറിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഏതൊരു ക്ലാസ്സും തുടങ്ങുമ്പോൾ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടൊരു കോട്ടിങ്, ഓരോ ദിവസം പുതിയ പുതിയ കോട്ടിങ്ങുകൾ അല്ലേ? നമ്മൾ ഏത് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലും നമ്മളൊന്ന് തട്ടി ഉണർത്തുന്ന രീതിയിൽ. ഞാൻ സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്ത് ഒരു 6 മാസം ആയ ഒരു സമയത്തൊക്കെ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അന്ന് നമുക്കറിയാം വർക്ക് ലോഡിന്റെ ഒക്കെ ഒരു സമയത്ത് നമുക്ക് പുതിയ ഒരു എക്സ്പീരിയൻസും ജോലിയൊക്കെ ആകുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ടാവുമല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ പോലും പിന്നെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് രാത്രിയായിരുന്നു സാറിന്റെ ക്ലാസ്. ആ സമയത്ത് ആ ക്ലാസ്സിന്റെ തുടക്കത്തിലെ സാറ് പറയുന്ന ആ ഒരു കോട്ടിങ്, അതോടുകൂടി നമുക്ക് ക്ലാസ്സിന്റെ എനർജി
ജസ്ന സ്ട്രക്കായി പോയെന്ന് തോന്നുന്നു. ജസ്ന കേൾക്കാമോ? ജസ്ന കിട്ടി. ജസ്ന കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യ. ഇല്ല സാർ, മോള് വന്നതാണ്. ആ എന്തായാലും ശരിക്കും പറയാനോ ഒരു സമയത്ത് ഇത്രയും തരാം സാർ, എത്ര സമയം പറയാം? ഇല്ല, പറഞ്ഞോളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് കിട്ടാവുന്ന സമയങ്ങൾ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രമാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് അത്രയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരെങ്ങനെയായാലും ലിസ്റ്റിൽ എത്തണം. എൻ്റെ ഒറ്റൊരു ആഗ്രഹം അത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്തിയതുപോലെ തന്നെ ഈ കുട്ടികളെയും കൂടി എനിക്ക് അതിലേക്ക് എത്തിക്കണം. ആരും തളർന്നു പോകരുത് എന്നുള്ള ഒരു വാശി കൊണ്ടാണ് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാനായിട്ടുണ്ടായ കാര്യം. അതല്ലാതെ നമ്മൾ ഫീ വാങ്ങി പോക്കറ്റിലിട്ടത് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി എടുക്കാവുന്ന സമയം, നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, മനസ്സിലായോ? അപ്പം ഇങ്ങനെ ആയാലും അത് പറഞ്ഞ് എന്തായാലും കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. സ്മിത, നേരത്തെ സ്മിതയുടെ മൈക്ക് അൺമ്യൂട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ജസ്ന പറയട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. പറയൂ ജസ്ന. ജസ്ന ശരി. അതുകൂടി പറയട്ടെ, നമ്മൾ സൂപ്പർവൈസേഴ്സിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ പകലില്ല. ഇപ്പൊ റിലേറ്റഡായിട്ടുള്ള കോളുകളാണ് ഇതിന്റെ ഇടയിൽ രണ്ട് വന്നതും. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് സാറിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. പിന്നെ അതുപോലത്തെ എനിക്ക് അറിയാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഡീപ്പായിട്ടാണ് സാറ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ആ സിലബസിൽ ഇപ്പൊ വേണമെങ്കിൽ ആ സിലബസിൽ ചുറ്റിപ്പറ്റിയിട്ട് 1-2 പോയിന്റ്സ് പറഞ്ഞ് ആ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലെ. പക്ഷെ അതല്ല, സാറിന്റെ ആത്മാർത്ഥത അത് ഞാൻ ലാസ്റ്റിലേക്ക് വരാം. ആത്മാർത്ഥമായിട്ട് ഒരു പോയിന്റ് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം വരാം അതൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ടാണ് സാറ് ക്ലാസ് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് മാത്രമല്ല, അതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. നമുക്ക് ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നോട്ട് എഴുതി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ 4 സബ്ജക്ട് നിങ്ങൾക്കറിയാം, ഈ 4 സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നമുക്ക് ഈ നോട്ട്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഹൈക്കോടതിയിലെ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന ഒരു എക്സാം എഴുതി അതിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ പോയതാണ്. അപ്പോൾ ആ എക്സാമിന് വരെ ഞാൻ സാറിന്റെ നോട്ട്സ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസ്, പിന്നെന്താ വിട്ടത്, സോഷ്യോളജി. ഈ 4 സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലായിരുന്നു സാറിന്റെ ക്ലാസ്സുകൾ. അപ്പോൾ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എക്സാമിനും. അത് തുടർന്ന് മറ്റുള്ള ഇന്റർവ്യൂകൾക്ക് CDPന്റെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ സാറിന്റെ അന്നത്തെ നോട്ടുകളാണ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഇപ്പൊ നിങ്ങൾ ICD സൂപ്പർവൈസർ ആയിട്ടുള്ള പോസ്റ്റിലേക്കാണല്ലോ അപ്ലൈ ചെയ്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോസ്റ്റിന്റെ ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 4 സബ്ജക്റ്റുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്നതാണ്. മാത്രമല്ല പിന്നെ ലേഡീസ് ഓൺലി ആണ് അല്ലെ. മറ്റ് നമ്മളൊരു ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതുകയാണെങ്കിൽ എനി ഡിഗ്രി എല്ലാ ഡിഗ്രിക്കാരുണ്ടാവും, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ടാവും. പക്ഷെ ഈ ഒരു പോസ്റ്റ് ആകുമ്പോൾ അത് ലേഡീസ് ഓൺലി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് കയറുക എന്നുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിന് മാക്സിമം ട്രൈ ചെയ്യാം. കാരണം പലപ്പോഴും ഈ ഒരു എക്സാമിന്റെ ആപ്ലിക്കേഷൻ വന്ന സമയത്ത് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിന് ഡീപ്പായിട്ട് നോക്കണോ അതോ ജനറൽ PSCകൾക്ക് നോക്കുന്നതാണോ നല്ലത്, ഇതിന് കുറെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ, പോസ്റ്റ് കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, മറ്റ് എക്സാമുകളേക്കാൾ നമുക്ക് സ്ത്രീകളായ നമുക്ക് ഈ 4 സബ്ജക്ട് കഴിഞ്ഞ ആളുകൾക്ക് പോസിബിലിറ്റി കൂടുതലുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് ഇതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. മറ്റത് എഴുതേണ്ട പാരലായിട്ട് നിങ്ങൾ മറ്റതും ആണെങ്കിൽ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വരാമല്ലോ. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ടൈം ടേബിൾ അല്ലെ, ഇപ്പൊ ഏകദേശം ഓഗസ്റ്റിലൊക്കെ എക്സാം വരുന്നുള്ളത് അത് ഇന്ന് പറഞ്ഞു കേട്ടു. അതൊന്നും നമുക്ക് ആധികാരികമായി പറയാൻ ആളല്ല, എങ്കിലും എക്സാമിന് നമ്മൾ ടൈം ടേബിൾ നമ്മുടേതായിട്ട്
പലരും ചോദിക്കാറുണ്ട് എനിക്കൊരു ടൈം ടേബിൾ ഇട്ട് തരുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ ഇടേണ്ടത് എന്നൊക്കെ. യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടൊരു ടൈം ടേബിൾ, സെറ്റ് യുവർ ഓൺ ടൈം ടേബിൾ അല്ലെങ്കിൽ ഷെഡ്യൂള്. അത് നമ്മുടെ പിന്നെ ഫ്രീ ടൈമും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമും മൈൻഡ് നല്ല ഫ്രഷ് ആയ സമയത്ത് നമുക്ക് മാത്രമേ അറിയൂ, അല്ലേ? മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മുടെ ഒരു പേഴ്സണൽ നേച്ചർ, പേഴ്സണാലിറ്റി, ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഇടും. കാരണം നമ്മൾ ഇത് ലേഡീസ് ആകുമ്പോൾ പല റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഭാര്യയായിരിക്കാം, അമ്മയായിരിക്കാം, വീട്ടിലൊരു മോളായിരിക്കാം, മരുമകളായിരിക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ്, ഓൾറെഡി ഏതെങ്കിലും ഒരു പോസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ പിന്നെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ടൈം ഷെഡ്യൂള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയുന്നത്. ഞാൻ പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് രാവിലെ ഏർലി മോർണിംഗ് ആയിരുന്നു. കാരണം അന്ന് 3 കുട്ടികൾ, ഇപ്പൊ 4ാമത്തെ മെറ്റേണിറ്റി കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. 3 കുട്ടികളുടെ അമ്മ, അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ, പിന്നെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി, ഈ ഒരു സിറ്റുവേഷനിൽ CDP എക്സാമിന് പഠിക്കാൻ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏർലി മോർണിംഗ്. ആ ഒരു സമയമാകുമ്പോൾ എന്താ, നമ്മള് പിന്നെ സ്ലീപ്പൊക്കെ കഴിഞ്ഞ് റിഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, അല്ലേ? പിന്നെ മക്കളൊക്കെ വീട്ടിൽ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം. അപ്പൊ ശരിക്കും പറയുന്നത് 3 to 6 ആ ഒരു ടൈമാണ് വളരെ നല്ലൊരു സമയം. 3 to 6 മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 4-4:30 എണീറ്റ് പഠിക്കുകയാണെങ്കിൽ കുറേ സമയം പഠിക്കണ്ട. ഉള്ള സമയം നമ്മൾ ഫ്രഷ് ആയിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അധ്വാനിക്കാതെ, നോ ഗെയിൻ വിത്തൗട്ട് പേ, വെറുതെ എന്തെങ്കിലും പോയി അങ്ങനെ കറക്കി കുത്താന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ഒരുപാട് പേര് നിങ്ങളെപ്പോലെ ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതിന് ഫസ്റ്റ് ആയിട്ട് HDS സൂപ്പർവൈസർ എക്സാം എഴുതുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കയറിയ സമയത്ത് എഴുതി അന്ന് ലിസ്റ്റിൽ വരാതെ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട്, പക്ഷെ അത് വിചാരിച്ച് ടെൻഷൻ ആവണ്ട, നമുക്ക് ഒരു പോസ്റ്റ് മതിയല്ലോ. ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ മാക്സിമം നമ്മളുടെ കപ്പാസിറ്റികളും അതുപോലെ തന്നെ പിന്നെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതന്നെ വേണം. അല്ലാതെ ഒരു പെയിൻ ഇല്ലാതെ ഗെയിൻ ഉണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത്. ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ചില ടിപ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടായിരിക്കാം, അല്ലെ? അതൊക്കെ നിങ്ങൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പല ടിപ്സും കിട്ടും. അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, എല്ലാം കൂടി ഇവിടെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. എന്റെ സാഹചര്യം, ചെറിയ 6-7 മാസമായി കുട്ടിയുടെ, കുട്ടിക്ക് ഇറങ്ങാല് ഞാനിത് ഓഫാക്കി പോകും എന്നുള്ളത് കൂടി സാറിനോട് അത് പറയാൻ കേട്ടോ. അപ്പോൾ ഉറക്കി വന്നതാണ്. അപ്പോൾ ടിപ്സും സ്ട്രാറ്റജീസും ഫുള്ളായിട്ട് പറയാൻ സമയമില്ലെങ്കിലും നിങ്ങൾ സ്മാർട്ട് വർക്കായിട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ബോഡിയും മൈൻഡൊക്കെ ക്ഷീണിക്കാതെ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് പല ടെക്നിക്സും യൂസ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളത് നിങ്ങൾ സ്വയമായിട്ട് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കായിട്ട് പിന്നെ യൂസ്ഫുൾ ആവാം. ചിലർക്ക് വിഷ്വൽ ലേണേഴ്സ് ഉണ്ടാവും, ചിലർക്ക് ഓഡിറ്ററി. ഞാൻ വേറൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് ക്ലാസ്സുകൾ വെച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നോട്ട്സ്, ഇപ്പൊ സാറിന്റെ ഒക്കെ തന്നെ നോട്ട്സ് വായിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യും. അതായത് ഫുള്ള് നമുക്ക് ഇരുന്ന് വായിച്ചെടുക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ട്രാവലിങ്ങിന്റെ സമയത്ത് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യാത്രകളിൽ ഈ നമ്മൾ തന്നെ വായിക്കുന്നതുണ്ടാവുമല്ലോ, നമ്മളെ സൗണ്ടിൽ നമ്മൾ തന്നെ വായിക്കുന്നത് റെക്കോർഡ് ചെയ്താൽ തോന്നിയല്ലോ. അപ്പൊ നമ്മൾ ഒറ്റ വായന വായിക്കുക, എന്നിട്ട് നമ്മൾ വായിച്ച് റെക്കോർഡിങ് നമ്മൾ കേട്ടാൽ അതോടെ മെമ്മറിയിൽ നല്ല രീതിയിൽ പതിയെ നമുക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റിയിൽ എത്ര സമയം നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതല്ലേ, ക്വാളിറ്റിയാണ്. നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്തിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് തന്നെ, ക്ലാസ്സുകൾ, അതായത് PDF നോട്ട്സുകൾ, അതൊക്കെ പരമാവധി നമ്മൾ ഉപകാരപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് പോസ്റ്റിൽ കയറാൻ കഴിഞ്ഞോളുന്നില്ല. അതിപ്പോ ഒരുപാട് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എല്ലാവരും പിന്നെ ഫസ്റ്റ് റാങ്കിന്റെ ഫസ്റ്റിൽ എത്തുന്നില്ലല്ലോ. പക്ഷെ ആ പിന്നെ റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു, ആരാണ് ഏറ്റവും സ്മാർട്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സാറ് എപ്പോൾ സംശയം ചോദിക്കാനോ എന്ത് വിളിക്കാനൊക്കെ വളരെ ഫ്രീ ആയിട്ട്, അല്ലേ? നമ്മൾ എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലൊക്കെ സാറിന്റെ ഒഴിവനുസരിച്ച് സാർ അതിന് മറുപടി തരും. പിന്നെ
നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതന്നെ നമുക്ക് ഏറ്റവും വലിയൊരു റിസോഴ്സ് ആണ്. അപ്പൊ അതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, പിന്നെ സ്ട്രെസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. കാരണം അത്രയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്ട്രെസ് നമ്മൾ പിന്നെ എന്താ ചെയ്യുക, സ്ട്രെസ് ഒഴിവാക്കും, സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പലരും പറയും. ഇത് വന്നാൽ എന്താ നമ്മൾ ചെയ്യുക, സ്ട്രെസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്, അക്സെപ്റ്റ് ദ സ്ട്രെസ്. ആ സ്ട്രെസ് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇത്രയും ഒരു പിന്നെ നല്ലൊരു എക്സാമിന് എന്തായാലും സ്ട്രെസ് ഉണ്ടാവും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അതാണ് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതോട് കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഈ രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമുകൾക്കൊക്കെ നമുക്ക് മെമ്മറി റിട്രീവൽ ആണ് അല്ലേ വേണ്ടി വരിക. നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ച് നമ്മുടെ മെമ്മറിയിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ കറക്റ്റ് സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ആ പോയിന്റ് എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യാൻ കഴിയണം. അപ്പോൾ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ അത് പിന്നെ നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുകയും നമുക്ക് മെമ്മറി പിന്നെ ശരിയായ രീതിയിൽ മെമ്മറിയിൽ ആ കാര്യം കൊണ്ടുവരാൻ കഴിയാതിരിക്കുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വേറെ ഒന്ന് ചെയ്യുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് അല്ലെ. പോസിറ്റീവായിട്ട് നമ്മൾ സെൽഫ് ടോക്ക്, നമുക്ക് ബൂസ്റ്റിങ്ങിന് പിന്നെ നല്ല നല്ല സെൽഫ് ടോക്കുകൾ നമ്മൾ നമ്മളോട് തന്നെ പറയാം. പിന്നെ വേറെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ എക്സാം എടുക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതും നമ്മൾ ബബിൾ ചെയ്യുന്നതും എല്ലാം നമ്മളൊരു വിഷ്വലൈസ് ചെയ്ത് ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ പരമാവധി ഇതിന് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അലസത കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയത് കൊണ്ടോ എന്ത് ചെയ്തത് ഈ ഒരു എക്സാം നമ്മൾ ഈ ഒരു പോസ്റ്റ് കിട്ടാതെ പോകരുത്. ബാക്കി ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ എത്ര പഠിച്ചൊക്കെ ശ്രമിച്ചാൽ തലേ ദിവസം ഒരു വയറിളക്കം അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ എക്സാം എഴുതാൻ കഴിയാതെ വരാം, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ കഴിയാതൊക്കെ വരാം. പക്ഷെ അതൊക്കെ മറ്റു ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കും. നമ്മൾ നമ്മുടെ ഭാഗം പരമാവധി ക്ലിയർ ആക്കി കോൺഫിഡൻസോട് കൂടി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അല്ലെ സാറിന്റെ എക്സാമിന് തലേ ദിവസത്തെ ക്ലാസ് ഇപ്പോഴും മൈൻഡിലുണ്ട്. സത്യം പറഞ്ഞാൽ സാറ് നമ്മളെക്കാൾ എന്താണ് എനിക്ക് ആ വാക്ക് പറയുന്നത്, സാർ കരയായിരുന്നു. എന്തിനാണ് സാർ കരഞ്ഞിരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. സാറിന്റെ ഒരു ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ മക്കളെ എക്സാമിന് പറഞ്ഞു വിടുമ്പോ ഒരു പേരൻസിന് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതൊക്കെ അതിനേക്കാൾ അപ്പുറം എന്നുള്ള രീതിയിൽ സാർ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ക്ലാസ്. പിന്നെ സാറിന് എക്സാമിന് തലേ ദിവസമാണ്, നമുക്ക് മൊത്തത്തിലൊന്ന് നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കേണ്ട ഒരു സമയമാണ്. എങ്കിൽ കൂടി പിന്നെ കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ടാണ് സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നുണ്ട്, ഒരു ബൂസ്റ്റിംഗ് രീതിയിൽ. പക്ഷെ ക്ലാസ് അങ്ങനെ തുടങ്ങി കുറച്ചധികം സമയം ക്ലാസ് എടുക്കാൻ വേണ്ടി സാറിന്റെ ഒരു ഫീലിങ്സ് നമ്മൾ എക്സാമിന് പറഞ്ഞു വിടാനുള്ള ഒരു സാറിന്റെ ഒരു എന്താണ് വിശാലമായ മനസ്സ്, അത് ഞാനിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഓർത്ത് പോവാണ്. എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ സാറിന്റെ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്, വളരെ ഒരു സാറിന് പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ വളരെ ഒരു വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതണം. കാരണം വെറും ഒരു കാശിനുള്ള ഒരു രീതിയിലല്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്നൊക്കെ ജോയിൻ ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും. ആ കാശിനുള്ള ക്ലാസ് തരിക എന്നുള്ള രീതിയിലല്ല സാറ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയും ഇതുപോലെ നല്ല നല്ല കോച്ചിങ്ങുകൾ നടത്താനൊക്കെ ആരോഗ്യം ആയുസ്സും ദൈവം പിന്നെ സാറിന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഈ പോസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കുക. എങ്ങനെ സാർ സെറ്റ് ചെയ്തതെന്ന് അറിയില്ല, ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. സാറിന് ഒരുപാട് നന്ദി. ഓക്കെ, ബൈ. താങ്ക് യു ജസ്ന. വളരെ വിലപ്പെട്ട വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഇത് സംശയങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത് ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് സമയം തരാം, അപ്പോൾ ഒന്ന് ചോദിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് ഇതിലുള്ള ആരെങ്കിലും മറുപടി തരും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സ്മിത ബിജുവിനെ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ സ്മിത പറയൂ, സ്മിതയുടെ അനുഭവങ്ങൾ. സ്മിത. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സ്മിത ജേക്കബ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന
കട്ടപ്പന എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. PSC CDP എക്സാം കഴിഞ്ഞ CDP എക്സാമിന് എനിക്ക് 6ാം റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജലീൽ സാറിന്റെ VAG അക്കാഡമിയിലാണ് PSC കോച്ചിങ് ഒക്കെ എടുത്തത്. ഈ VAG അക്കാഡമി തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഞാൻ ഈ ഹോമിയോപ്പതി ബേസ് ആണ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് സൈക്കോളജി പഠിച്ചതാണ്. അപ്പൊ എല്ലാരും ചോദിക്കുക എന്തുകൊണ്ട് മെഡിക്കൽ ഓഫീസർ ആയില്ല. ആ സമയത്തൊക്കെ ഞാൻ ഒമാനിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് എക്സാം ജസ്റ്റ് എഴുതിയെങ്കിൽ എനിക്ക് പഠിച്ചൊന്നും എഴുതാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സൈക്കോളജി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ഒരു CDPO എന്നുള്ളൊരു പോസ്റ്റ് കാണുന്നത്. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല ഈ സോഷ്യൽ വർക്ക്, സോഷ്യോളജി. അപ്പൊ ഞാൻ ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല കോച്ചിങ് കിട്ടുന്നത് എവിടാണെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് സാറിന്റെ ഒരു ഡെമോ വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ചുള്ള അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ തേടി നടന്നത് ഇവിടെ തന്നെയാണെന്ന്. അത്ര രസകരമായിട്ടാണ് സാർ ആ ക്ലാസ് എടുത്തത്. അത് കണ്ടു കഴിഞ്ഞപ്പോ അന്നേരം തന്നെ ഞാൻ മാഡത്തിനെ വിളിച്ചു, ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. സാറിന്റെ ലൈവ് ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ ക്ലിനിക്കിൽ ഇരുന്ന് സാറിന്റെ ക്ലാസ് കൂടും. സാർ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അതുപോലെ തന്നെ. കാരണം എനിക്ക് ജോലി വേണം എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു, ഒരു വലിയ ആഗ്രഹമായിരുന്നു, പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലി. അപ്പം സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് സാറ് ജസ്ന പറഞ്ഞതുപോലെ ഭയങ്കര ഡീപ്പായിട്ടാ ഓരോ വിഷയങ്ങളും എടുക്കുന്നേ. നമ്മളിപ്പോ അത്രയും സാറിന്റെ ഒരു ക്ലാസ് കൂടണമെങ്കിൽ നമ്മൾ എത്ര ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും ബുക്കുകൾ റെഫർ ചെയ്ത്, അതുകൂടാതെ ഇന്റർനെറ്റിൽ നിന്ന് സാറിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്രയും വിവരങ്ങൾ അത്രയും ശേഖരിച്ചിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. സാറിന്റെ നോട്ട് ഇപ്പോഴും ഞാൻ നന്നായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതുപോലെ നമുക്കത് ഉപയോഗപ്പെടും. ഞാൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ് നോട്ട് ഇട്ടാൽ ഉടനെ പോയി ആദ്യം ചെയ്യുന്നത് നോട്ടിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുകയായിരുന്നു. പിന്നീട് സാറ് ആഴ്ചയോടെ സാറിന്റെ എക്സാംസ്, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസ് ആണ്. സാറിന്റെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റും. ക്ലാസ്സില് നമ്മള് പഠിപ്പിക്കുന്നത് മാത്രമല്ല, സാറിന്റെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ഒക്കെ കാണും സാറ് ക്വസ്റ്റ്യൻ ഇടുമ്പോഴ്. പിന്നെ കുറെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ഇതൊക്കെ ആ വീക്കിലി ഉള്ള നമ്മുടെ എക്സാം അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാനത് റിപ്പീറ്റ് ചെയ്തിരുന്ന് ചെയ്യുമായിരുന്നു. സാറ് പറയുന്നത് പോലെ തന്നെ എക്സാംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ സാറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നല്ല മോട്ടിവേഷനാ സാറ് തരുന്നത്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും സാറിന്റെ മോട്ടിവേഷൻ ടോക്ക് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് അത് ഭയങ്കര ഒരു എനർജിയാ. നമ്മളിപ്പോ എത്ര ഡിപ്രസ്ഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാലും സാറിന്റെ ആ ടോക്ക് കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാ. സാർ ഒത്തിരി കഥകൾ പറയാറുണ്ട്. അപ്പൊ ഈ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു റാങ്കിൽ എത്തിപ്പെടാൻ സാധിച്ചത്. കാരണം ബാക്കിയൊക്കെ കൊച്ചുകുട്ടികൾ എൻ്റെ കൂടെ എക്സാം എഴുതത്, എൻ്റെ ഈ ഏജും. കാരണം നമുക്ക് പഴയ എത്രയും നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പറ്റുന്ന സമയത്ത് എല്ലാം റിവൈസ് ചെയ്യും. അപ്പൊ എനിക്കും എല്ലാരോടും പറയാനുള്ളത്, നിങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾ ഓരോ മാസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ വെച്ച് അത് റിവൈസ് ചെയ്യുക. കൂടുതലൊന്നും നിങ്ങൾ പഠിക്കാൻ പോകണ്ട, സാറിന്റെ നോട്ട് മാത്രം മതി. അത് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അത് റിവൈസ് ചെയ്യുക. റിവിഷൻ കൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ലാസ്റ്റ് ഞങ്ങൾക്ക് 1 മാസം മുമ്പാണ് സിലബസ് വന്നത്. അതുവരെ സാറ് പഴയ സിലബസ് വെച്ചായിരുന്നു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുതിയ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറ് അത് മുഴുവൻ ഞങ്ങൾക്ക് എടുത്തു തന്നു. ആ സമയത്ത് നമുക്ക് പഴയത് നമുക്ക് പെൻഡിങ്ങിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. സാറ് മുഴുവൻ പോർഷൻസും ഞങ്ങൾക്ക് കവർ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് സാറ് ജോലി പോലും മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ഒരു ദിവസം എത്ര മണിക്കൂർ സാറ് ക്ലാസ് എടുത്തെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ നമ്മൾ മടുത്തു പോകുമായിരുന്നു, പക്ഷെ സാറ് മടുക്കത്തില്ലായിരുന്നു. അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, അത് വലിയൊരു അനുഗ്രഹമാണ്. ആ സാറ് എല്ലാം നമുക്ക് രണ്ടാമത് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ എപ്പം നമ്മൾ വിളിച്ചാലും ചോദിച്ചാലും സാറ് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറ് നമുക്ക് പറഞ്ഞു തരും. ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിക്കും. സാറ് പറഞ്ഞു തരുമായിരുന്നു, ഇന്നീന്റെ കാര്യങ്ങൾ നോക്ക്.
അങ്ങനെ എല്ലാം എപ്പം വിളിച്ചാലും സാർ നമുക്ക് അവൈലബിൾ ആണ്. സാറിന്റെ ജോലിയാണെങ്കിൽ സാർ അന്നേരം തന്നെ പറയും ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാന്ന് പറയും. അപ്പൊ തന്നെ സാറ് വിളിക്കും. അതുകൂടാതെ എന്ത് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നാലും എല്ലാം സാറ് നമ്മളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും. അപ്പൊ ഇതുപോലെ ഒരു അധ്യാപകനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുക. കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു കാര്യങ്ങളും നമ്മൾ പിന്നീടത്തേക്ക് വെക്കരുത്. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പഠിക്കാൻ സാധിക്കുകയില്ല. കറക്റ്റ് ആയിട്ട് സാറ് അതിന്റെ കാര്യങ്ങളെല്ലാം പറയും. സാറ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയെന്നേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഇന്റർവ്യൂ ആണെങ്കിലും ഇന്റർവ്യൂവിന് എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അവർ ചോദിച്ചത്. ഇന്റർവ്യൂവിന് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ബയോഡേറ്റയിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. എന്നോട് ഈ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ മെഡിക്കൽ ഓഫീസർ ആയിട്ട് കോൺട്രാക്ട് ബേസിൽ ഒത്തിരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ഡിസീസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചത് കണക്ട് ചെയ്ത് അങ്ങ് പോകും. പിന്നെ ഓരോരുത്തരും കുറെ അവരവരുടെ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ചോദിക്കും. എന്നാലും നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മെയിൻ ആയിട്ടും ബയോഡേറ്റയാണ്, അതിൽ നിന്നാണ് തുടക്കം. അത് നന്നായിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. ബാക്കി സാറിന്റെ നോട്ട്സും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് പോയാൽ മതി. ഒത്തിരി ഡീപ്പായിട്ടൊന്നും അവർ ചോദിക്കത്തൊന്നുമില്ല. എക്സാം പക്ഷെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോഴത്തെ PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഏതാ. അത്രയ്ക്ക് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സാറിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് അത് ഭയങ്കര നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സാറ് ക്വസ്റ്റ്യൻ ഇടുന്നത് സാർ കാരണം ഒത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഇടും. അപ്പൊ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരുന്നതെന്ന്. ഏതൊക്കെയാലും എക്സാം എഴുതാം, ICDS സൂപ്പർവൈസർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകള്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും സങ്കടം തോന്നത്തില്ല നിങ്ങൾ VAJ അക്കാഡമിയിൽ ചേർന്നു എന്നത്. കാരണം നിങ്ങൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എനിക്ക് 100% പറയാൻ പറ്റും സാറിന്റെ ക്ലാസ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കാരണം എനിക്ക് സോഷ്യോളജി, സോഷ്യൽ വർക്ക് ഇതിന്റെ ഒന്നും ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഫുൾ സാറിന്റെ നോട്ടിൽ നിന്ന് തന്നെയാണ് ഇത് മുഴുവൻ പഠിച്ചെടുത്തത്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും എന്റെ ആശംസകൾ. സാറിന് പ്രത്യേകം നന്ദി. ഓക്കെ സ്മിത, എന്തായാലും തിരക്കിനിടയിലും സമയം കണ്ടെത്തിയതിൽ വളരെയേറെ സന്തോഷം. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിവിടെ സിബി അവൈലബിൾ ആണോ? സിബി എത്തിയിട്ടുണ്ടോ? സിബി വന്നോന്നറിയില്ല. സുൽഫത്തുണ്ടോ? സുൽഫത്ത് എത്തിയിട്ടുണ്ടോ? സുൽഫത്ത് സുൽഫത്ത് അപ്പോൾ സുൽഫത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുൽഫത്തിനെ ഹാർദമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. സുൽഫത്തെ നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. എങ്ങനെയായിരുന്നു കോച്ചിങ് എന്നും നിങ്ങളുടെ ഇൻ്റർവ്യൂ വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പറയുക. സിബി എത്തിയിട്ടുണ്ട്. സുൽഫത്ത് പറയുന്നതിന് ശേഷം സിബിയെ വിളിക്കാം കേട്ടോ. സിബി ഓക്കെ. ഞാൻ സോഷ്യൽ വർക്കിൽ PhD കഴിഞ്ഞു. BDF ചെയ്യാൻ പോകുന്നു. ഞാൻ CDPയുടെ കോച്ചിങ്ങിനാണ് VAJയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തോളം കോച്ചിങ്ങിന് പോയി. ലാസ്റ്റ് എക്സാം ആയ ടൈമിലാണ് ഞാൻ VAJയിൽ ജോയിൻ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും പോർഷൻസ് മിസ്സായി. ഞാൻ ഒന്നിന്ന് പഠിക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു മാരത്തോൺ തന്നെ എനിക്ക് ഓടേണ്ടതായിട്ട് വന്നു ലാസ്റ്റ് ജോയിൻ ചെയ്തതിന് കാരണം. അപ്പോൾ എൻ്റെ കുറേ പൈസ അങ്ങനെ വേറൊരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് കോച്ചിന് വേണ്ടിയിട്ട്. പിന്നെ സാറിൻ്റെ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് എല്ലാ എക്സാംസിലും ഞാൻ ലിസ്റ്റിൽ വന്നു. ഇപ്പം CDPയിൽ 37ാമത്തെ റാങ്കിലാണ് എനിക്കുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം പഠിച്ചിരുന്നു. പക്ഷെ ഞാൻ ആദ്യമേ VAJയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 1 വർഷം കൂടി മെച്ചപ്പെട്ട റാങ്കിലോട്ട് എത്താമായിരുന്നെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.
സോറി കേട്ടോ, ചെറിയ ഡിസ്റ്റർബൻസ്. സാറിന് ശരിക്കും തന്നെ സാറെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എനിക്കൊരു ബ്രദറിന്റെ ഫീലിംഗ് ഉണ്ടാകാം. സാറ് നമ്മളുടെ കാര്യത്തെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് ആയാലും ഒക്കെ സാറ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ സാർ നമ്മുടെ സാറിന്റെ വീട്ടിലോട്ട് കുട്ടി എല്ലാം എക്സാം എഴുതാൻ പോകുന്നു, അതാണ് സാറ് നോക്കും. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ തലയ്ക്ക് ദിവസം എല്ലാവരും നമ്മളെല്ലാവരും പേഴ്സണലായിട്ട് വിളിച്ച് പഠിച്ചോ, ജസ്റ്റ് ഹോൾ ടിക്കറ്റ് എല്ലാം എടുത്തോളണം, ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ബ്രദർ നമ്മളെല്ലാം വിളിച്ചിങ്ങനെ ഓർപ്പിക്കാം, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എക്സാം കഴിഞ്ഞ് സാറ് വിളിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാനായിട്ട്. അപ്പം ഓരോ നിമിഷവും നമ്മൾ ജോലിയിൽ കയറുന്നവരെ ഓരോ നിമിഷവും സാറ് തന്നെ സാറിൻ്റെ മകള് അല്ലെങ്കിൽ സാറിൻ്റെ അനിയത്തി ജോലിക്ക് പോകുന്ന പോലെയാണ് സാർ എപ്പോഴും നമ്മളെ കാണുന്നത്. അതൊരു ഭയങ്കര വലിയ ഫീലിംഗ്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. ഞാനും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴും അങ്ങനെ പൈസ നമ്മൾ കൊടുക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ, ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സൊക്കെ എടുക്കും. പല പല അധ്യാപകരെ വെച്ചിട്ട് നോട്ട് തന്നാലായി തന്നില്ലെങ്കിലായി നമുക്ക് തരുന്ന നോട്ട് പ്രിൻ്റ് എടുക്കാൻ പോലും നമുക്ക് പലപ്പോഴും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ സാറ് ഒരു നോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പ്രിൻ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലൊരു കോപ്പി വെച്ചിരിക്കാം, ഏത് എക്സാമിനും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സാറിൻ്റെ വീഡിയോസ് തന്നെയാണെങ്കിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എക്സാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യും. നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സാറിൻ്റെ ഒരു 2-3 മാസമൊക്കെ സാർ അടുത്ത കോച്ചിങ് തുടങ്ങുന്നത് വരെയും ആ വീഡിയോ അവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതുവരെ അത് പ്രിൻ്റ് എടുക്കാം, കോപ്പി ചെയ്യാം, സേവ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാംസിന് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനത്തെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നതേ ഇല്ല. എക്സാം വരെ നമുക്ക് അവർ എന്തെങ്കിലും PDF നോട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ആപ്ലിക്കേഷൻ തരും. നമുക്ക് ഷെയർ ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റില്ല. പക്ഷേ VAGയുടെ ഏത് നോട്ട് നമുക്ക് ഷെയർ ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിരുന്നതല്ല. പക്ഷെ നമ്മളത് പറയുകയാണ്. അങ്ങനെ ഒരു സാറ് നമ്മൾ അത്രമാത്രം സാർ ഓരോ കുട്ടികളെയും വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സിവിൽ സർവീസിൽ പോകുന്ന അത്രയും ആണ് സാറ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ IAS പോകുന്ന പോലെയാണ് സാറ് പഠിപ്പിക്കുന്നത്. അത്രയും കണ്ടന്റുകൾ. ഇപ്പം നമ്മൾ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് എന്ന ടേം കൊണ്ടുവന്നതായിരുന്നു. ഞാൻ സോഷ്യൽ വർക്കിന് PhD ഉള്ളതാണ്. പക്ഷെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യം അറിയുന്നത് തന്നെ. ഇത്രയും വർഷം നമ്മൾ പഠിച്ചിട്ട് പോലും ഒരാൾ പോലും ആ ടേം എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഫാദർ ആരാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ സാറാണ് അത് മുതലാണ് സാറ് ഒരു സബ്ജക്റ്റിനെ പഠിപ്പിക്കുന്നത്. ആ ടേം എങ്ങനെ വന്നു, ആ ടേം കൊണ്ടുവന്നാല് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും ഡീപ്പായിട്ടാണ് സാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തിയറീസ് ആവട്ടെ, എല്ലാ തിയറികളും നിങ്ങളുടെ നോട്ട് നോക്കിയാൽ മതി. ഇൻ്റലിജൻസ്, എമോഷൻ, സ്ട്രെസ്, തിയറികൾ ഇഷ്ടം പോലെ. അതിൻ്റെ കംപ്ലീറ്റ് നോട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. കംപ്ലീറ്റ് നോട്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തരും. നമുക്കതിനകത്ത് ഒരു പോയിന്റ് പോലും മിസ്സാവത്തില്ല. തിയറീസൊക്കെ സാർ എല്ലാം അതിൻ്റെ ചിത്രങ്ങൾ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഇമോഷണൽ തിയറീസ് നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. കാരണം സാർ എല്ലാത്തിനും ഇമേജുകൾ വരും. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരും. അങ്ങനെയാണ് സാറ് പഠിപ്പിക്കുന്നത്. അതുപോലെ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് വീക്കിലി നമുക്ക് എക്സാം ഉണ്ടാവും, മന്ത്ലി എക്സാം ഉണ്ടാവും. സാറിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഫുള്ള് വാങ്ങിക്കാനായിട്ട് എത്ര പഠിക്കുന്ന കുട്ടിയെ കൊണ്ടും പറ്റത്തില്ല. അത്രയും പാടായിട്ടാണ് സാറ് ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. എന്നിട്ട് സാറ് നമ്മൾക്ക് മാർക്ക് പേഴ്സണലി ചോദിക്കും, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നമ്മൾ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സാർ അന്വേഷിക്കുമായിരുന്നു. സാറിന് ഇതിനൊക്കെ എങ്ങനെ ടൈം കിട്ടുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു 200 കുട്ടികളുണ്ടെങ്കിൽ 200 പേർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ സാറ് കൊടുത്തിരിക്കും. എല്ലാവർക്കും ഒരേ ഫീലാണ്. അല്ലാതെ ഇന്ന കുട്ടിയോട് സാറിനോട് പാർഷ്വാലിറ്റി ഉണ്ടെന്നോ, ഇന്ന കുട്ടിയോട് സാറിന് ഇഷ്ടമില്ലെന്നോ അങ്ങനെ ഒരിക്കലും നമുക്ക് ആർക്കും ഫീൽ ചെയ്യും. അവിടെ പഠിക്കുന്ന ഏത് കുട്ടിയോട് ചോദിച്ചാലും സാർ അവർക്ക് പേഴ്സണലി ഒരു ശ്രദ്ധ എല്ലാ കുട്ടികളുണ്ട്. സാർ അന്ന് പഠിച്ച കുട്ടികളാവട്ടെ, ഞാൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ ഇപ്പോഴും സാറ് ഞാൻ പഠിക്കുന്നുണ്ടോ, ജോലിക്ക് നോക്കുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ള സാറ് വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പം അത്രയും ഒരു സ്നേഹം സാർ എന്നെ മാത്രമല്ല എല്ലാ കുട്ടികളെയും സാർ അങ്ങനെയാണ്. അവർ വിളിക്കുമ്പോഴും പറയും സാറ് വിളിച്ചിരുന്നു, എന്ത് ചെയ്യണമെന്ന് തിരക്കുക. അപ്പം സാറ് എല്ലാ കുട്ടികളോടും ആ ഒരു സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സാറാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മൾ സാറിനെ ഓർക്കും. നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സാർ. പിന്നെ സാർ
നോട്ടുകൾ നമുക്ക് എല്ലാം അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇട്ട് അത് സാർ ഇന്നത് അപ്ഡേറ്റ് ചെയ്തിട്ട് സാർ ഉറങ്ങത്തുള്ളൂ, അപ്ലോഡ് ചെയ്തിട്ട് സാർ ഉറങ്ങത്തുള്ളൂ. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ ഇടത്തില്ല. പിന്നെ നമ്മളെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞൊക്കെയാണ് ഇവർ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ സാറ് ഇന്ന് ക്ലാസ് ഇട്ട അന്നത്തെ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ച് ആ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്ത് അന്നത്തെ റെക്കോർഡിംഗ് സെഷനും അപ്ലോഡ് ചെയ്തിട്ട് മാത്രമേ സാർ കിടക്കത്തുള്ളൂ. ചിലപ്പോഴൊക്കെ സാറിന് ഉറങ്ങുന്നുണ്ടോ എന്നതിന് നമുക്ക് അറിയത്തില്ല. പിറ്റേന്ന് രാവിലെ സാറ് വീണ്ടും ക്ലാസ് വയ്ക്കും. എക്സാം ടൈം ടേബിൾ എന്താണ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സാറ് നമ്മളെക്കാളും ടെൻഷനിലാണ്. എല്ലാ ദിവസവും ക്ലാസ്സാണ്. അത് മാക്സിമം 7-8 മണിക്കൂർ. ശരിക്കും ഞാൻ വെച്ചിട്ടുണ്ട് സിവിൽ സർവീസുകാരായിരിക്കും ഇത്രയും മണിക്കൂർ പഠിക്കുന്നത്. അത്രയും സാർ ആ CDPയോട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത്രയും 8 മണിക്കൂറൊക്കെ സാറ് ഡെയിലി ഒറ്റ നിപ്പിൽ നിന്ന് എടുക്കും. ഞങ്ങൾ തന്നെ എന്നിട്ട് അന്ന് രാത്രി തന്നെ ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ നോട്ട് എല്ലാ സംഭവങ്ങളും ഇടും. നമ്മളൊരു സാറ് ഉറങ്ങുന്നുണ്ടാവോ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കും. പക്ഷേ നമ്മളാലേക്ക് നമ്മൾക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്നില്ല സാർ എടുക്കുന്ന എഫർട്ട്. അപ്പം നമ്മളാലേക്ക് നമ്മൾ സാറിന് വേണ്ടി പഠിക്കാൻ തുടങ്ങും. കാരണം ഒരാൾ നമുക്ക് വേണ്ടി ഇത്രയും എഫർട്ട് ഇടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഒറ്റത്തിന് എഴുന്നേറ്റ് പഠിക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ CDPO പഠിച്ചിരുന്നവരെല്ലാവരും. അത്രയും എഫർട്ട് ഇട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മളിടുന്നതിൻ്റെ 3 ഇരട്ടി എഫർട്ട് സാറിന് നമ്മളുടെ നോട്ട്, ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ VAGയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മളെപ്പോഴും ഓർക്കും ഈ നോട്ടുകൾ, ഈ ക്വസ്റ്റ്യൻസ്. എൻ്റെ കയ്യിൽ CDPയുടെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രിൻ്റ് എടുത്ത് ഇപ്പോഴും വെച്ചിട്ടാണ് ഞാൻ ഏത് എക്സാമിന് പോകുന്നത് ഒന്ന് നമുക്ക് നോക്കാം ആ ക്വസ്റ്റ്യൻസ്. അപ്പം ഫുൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സാർ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് ബൈ ഹാർട്ടായി പോകും. അങ്ങനെ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്തു തരാൻ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കാന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ നോട്ട് അതുപോലെ നമുക്ക് അഡീഷണലി ഒന്നും വായിക്കേണ്ട. ഒരു ബുക്കോ അല്ലെങ്കിൽ നെറ്റിലെ വേറെ ഏതെങ്കിലും സോഴ്സുകളോ വേറെ ക്ലാസ്സുകളോ നമുക്ക് വേറെ ആരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് നമ്മുടെ കയ്യിൽ നോട്ട്സായിട്ടും മെറ്റീരിയൽസും വീഡിയോയും എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ പഠിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അതും സാറ് തരും. എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ തരും. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമമുണ്ട്, സാർ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് സാറിന് മെസ്സേജ് ഇട്ടാലും സാർ അതിൻ്റെ സൊല്യൂഷൻ തരും. നമ്മുടെ വീക്കസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഒരു കാൻഡിഡേറ്റിനും ഈ രീതിയിൽ എക്സാമിന് ക്വാളിഫൈ ചെയ്യാനായിട്ട് എല്ലാ സഹായങ്ങളും സാർ ചെയ്തു തരും. എല്ലാ സഹായങ്ങളും ശരിക്കും എന്താ പറയുക, നമ്മുടെ ഒരു ബ്രദറാണ്. നമ്മളൊരു സിസ്റ്റർ എക്സാം എഴുതുമ്പോൾ എത്രത്തോളം ഒരു ബ്രദർ കോൺഷ്യസ് ആയിരിക്കും അത്രയും തന്നെ എഫർട്ടാണ് സാറ് നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ സാറ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പം ഞാനും ഭയങ്കര വിഷമത്തിലൊക്കെ എഴുതാൻ എനിക്കും റാങ്ക് കുറച്ചും കൂടി കൂടിയൊക്കെ വരാറുണ്ട്. പക്ഷെ സാറ് പറഞ്ഞു നിനക്ക് കിട്ടും, ഇനിയും വർക്ക് ചെയ്യുക, അതിനെ കൊണ്ട് പറ്റും. സാറിനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്, എനിക്ക് പറ്റും. എനിക്ക് ജോലി ഇല്ലാതിച്ച് കൂടി സാർ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് സാർ. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. സമയമാകുമ്പോൾ എല്ലാവർക്കും കിട്ടും. താങ്ക് യു സാർ. ഓക്കെ സുൽഫത്ത്, ഇത്ര കൊച്ചിന് ഇട്ടുള്ള ആ തിരക്കിനിടയിലൊക്കെ നമുക്ക് ഇത്രയും സമയം ചെലവഴിച്ചതിൽ എന്തായാലും വലിയ ഒരു ബിഗ് താങ്ക്സ് പറയുവാണ്. ഇനി നമുക്ക് സിബിയിലേക്ക് കടക്കാം. സിബി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ സിബി എന്തായാലും നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിബിയുടെ അനുഭവങ്ങളൊന്ന് പങ്കുവച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ സിബി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിബി. വീട് കൊല്ലം ജില്ലയിലാണ്. ഞാനിപ്പോൾ നിലവിൽ ICD സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2.5 വർഷമായി ജോലി കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതൊന്നും ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇപ്പം ഈ ക്ലാസ് ഇത് കേൾക്കുന്ന പലർക്കും തോന്നും ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്കെല്ലാം ഒരുപാട് സമയം ഉണ്ടായിരിക്കും, അല്ലെ അവർക്കൊക്കെ വീട്ടിൽ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ കിട്ടിയത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളും തന്നെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ തന്നെ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെയാണ് എനിക്ക് ജോലി.
അത് മാത്രമല്ല 2 പഞ്ചായത്തിന്റെ ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു സൂപ്പർവൈസർ ചെയ്യുന്നതിന്റെ ഇരട്ടി ജോലികൾ നമ്മൾ ചെയ്യണം. അപ്പം എന്റെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് രാവിലെ ഞാൻ പോയിട്ട് രാത്രി 8:30 തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു ക്ലാസ് പോലും ലൈവായിട്ട് കയറാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ആകെ ഞാൻ ക്ലാസ്സിൽ കയറുന്നത് ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ബസ്സിലിരുന്നാണ് കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതുപോലെ പിന്നെ ഞാൻ സമയം കണ്ടെത്തുന്നതെന്ന് വെച്ചാല് അടുക്കള. പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് ആകെ ഉള്ള സമയം അറിയാലോ. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ രാത്രി 8:30 തിരിച്ചു വരുമ്പോൾ പിന്നെ ഉള്ള സമയം കൂടുതലും അടുക്കളയിലായിരിക്കും. കാരണം എല്ലാവരും അല്ലെ വീട്ടമ്മയാണ്, കുഞ്ഞുങ്ങളുള്ളവരാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സമയം അടുക്കള. ഈ അടുക്കളയില് ശരിക്കും ഒരു സൈഡില് ഫോൺ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത്. പിന്നെ സാറിന്റെ തന്നെ വേറെ മാസ് മീഡിയ ഓഫീസർ, ST ഡെവലപ്മെന്റ് ഓഫീസർ, ഇതിന്റെയൊക്കെ കോച്ചിങ് ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉള്ളവർക്കെല്ലാം സാറിന്റെ ശബ്ദം വളരെ സുപരിചിതമാണ്. കാരണം നമ്മളെങ്ങും മാറിയിരുന്നല്ലോ പഠിക്കുന്നത്. ആരെങ്കിലും അടുക്കളോട്ട് വരുമ്പം എന്റെ ശബ്ദമല്ലല്ലോ, സാറിന്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ഇപ്പോഴും എന്റെ മോനും മോളും ഒക്കെ ചോദിച്ചു, ആ സാറല്ലേ അമ്മ, ഓടി വന്നൊരു നോക്കിയിട്ട് പോയി. അവർക്കൊക്കെ വളരെ പരിചിതമാണ് സാറിനെ. കാരണം സാറിന്റെ മോട്ടിവേഷനും സാറിന്റെ ഓരോ കഥകളും പറയുന്നത് ഇതെല്ലാം ഇവർക്ക് എന്റെ കുട്ടികൾക്ക് പോലും വളരെ സുപരിചിതമാണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നമ്മള് വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും ഇത്രയും ജേർണി ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് എനിക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ ഇപ്പൊ പറ്റിയത്. ഒരുപക്ഷെ 35ാമത്തെ റാങ്കാണ് കിട്ടിയത്. എവിടെങ്കിലും ഒന്ന് ഇരുന്ന് ഈ ഒരു എക്സാമിലൊന്ന് ഇരുന്ന് എവിടെങ്കിലും ഒന്ന് പഠിക്കാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ റാങ്ക് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സാഹചര്യങ്ങൾ. അപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. അപ്പൊ ഇതുവരെ ഉള്ളതുപോലെയല്ല, ഓരോ വർഷം കഴിയുന്നതോറും എക്സാമിനേഷൻ വളരെ ടൈറ്റായിട്ടാണ് വരുന്നത്. ഒരു വേക്കൻസീസ് ചിലപ്പോൾ കുറഞ്ഞുമായിരിക്കും വരുന്നത്. കാരണം ഇപ്പൊ നിലവിലുള്ളവരെല്ലാം വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരാവുമ്പോൾ അതനുസരിച്ച് റിട്ടയർമെന്റ് പ്ലസ് അതുകൾ കുറഞ്ഞു വരുമ്പോൾ എക്സാം കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വരും. അപ്പൊ അതും കൂടെ മുന്നിൽ കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. പിന്നെ സാറിന്റെ കാര്യം അതിപ്പോ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. സാർ ഈ നമ്മൾ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്ലാസ്സുകളാണ്, അല്ലെ 4 ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. ഇത് എങ്ങനെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ആദ്യം ഒരു വലിയ സംശയമായിരുന്നു. പക്ഷെ സാറ് അപ്പൊ ഓരോ വിഷയവും, അപ്പൊ ഞാൻ സോഷ്യൽ വർക്കാണ് എന്റെ സബ്ജക്റ്റ്. സാർ പഠിപ്പിക്കുമ്പോൾ സോഷ്യൽ വർക്ക് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവർ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ല ക്ലാസ്സുകളാണ് സാർ തരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം സാർ എത്രമാത്രം റെഫർ ചെയ്തിട്ടായിരിക്കും ആ ഒരു ക്ലാസ് നമുക്ക് തരുന്നതെന്നുള്ളത്. അപ്പൊ അത്രമാത്രം ആത്മാർത്ഥത, അതായത് എവിടെന്നെങ്കിലും കുറച്ച് നോട്ട് തരികയോ എന്തെങ്കിലും പറഞ്ഞു തരികയോ ഒന്നുമല്ല, വളരെ ആത്മാർത്ഥമായിട്ട് സാറ് റെഫർ ചെയ്ത്. ഇപ്പൊ നേരത്തെ ഉള്ളൊരു സൂചിപ്പിച്ചാൽ സാർ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സാർ ഉറങ്ങുന്നുണ്ടായിരിക്കും, സാർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്ര മണിക്കൂറുകൾ. കാരണം നമുക്കറിയാം, ഞാനും കോളേജിൽ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. 1 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ എത്ര സമയം റെഫർ ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുമ്പോൾ അതിന് പിന്നിൽ എത്ര മണിക്കൂർ സാറ് ആ എഫർട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ ഉത്തമ സാറിന്റെ അത്രമാത്രം സാറിന്റെ ഒരു ആത്മാർത്ഥത അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറെ 1-2 പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വേറെ 1-2 കോച്ചിങ് സെന്ററിലൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇതും കൂടി കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അപ്പൊ മറ്റ് ആ സ്ഥാപനങ്ങൾ വളരെ പ്രസിദ്ധമായ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് വളരെ ബിസിനസ് ഓറിയന്റഡ് ആണ്. അവർക്ക് ആ ഫീസ് അത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് നോട്ട്സ് ഇതൊക്കെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഷെയർ ചെയ്യണം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പോലും പറ്റില്ല. അതേപോലെ അത്രയും ഇതായിട്ടുള്ളതാണ് ഫീസ് എന്ത് കാര്യത്തിലാണെങ്കിലും. പക്ഷെ സാറിന്റെ കാര്യത്തിൽ സാർ ഇതൊന്നും ഇങ്ങനെ ഫീസിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല, വളരെ ഇത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഈ മോട്ടിവേഷൻ അല്ലെ സാറിന്റെ ഈ എഫർട്ട് ആത്മാർത്ഥത ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്കോട് കൂടി നമുക്ക് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറിയ പോരാ വളരെ നല്ല റാങ്കോട് കൂടി തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ സിബി, തിരക്കുകളുടെ ഇടയിലും സമയം കണ്ടെത്തിയതിന് വളരെയേറെ നന്ദി അറിയിക്കുവാണ്. ഇനി ഓക്കെ, ഇനി ജഫ്രി എത്തിയിട്ടുണ്ടോ? ജഫ്രി വന്നിട്ടുണ്ടോ? ജഫ്രി ജഫ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ജഫ്രിയെയും ഇതിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ ജഫ്രിയുടെ അനുഭവങ്ങളൊന്ന് നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പങ്കുവച്ചാൽ വലിയ ഉപകാരമായിരിക്കും.
ഓക്കെ ജെഫ്രി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് എറണാകുളമാണ്. ഞാനിപ്പോൾ ICD സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പുറത്തേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഇരുളടഞ്ഞ ജീവിതം എന്ന് വേണേൽ പറയാം. കാരണം ഒരു ജോലി ഇല്ലാതെ വീട്ടില് ഒതുങ്ങിക്കൂടി ഇരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പം പുറത്തു പോയി ഇപ്പൊ ഇവിടെ നമ്മളൊരു ചെറിയ ജോലിക്ക് പോയാലും നമുക്ക് അതിലുപരി നമുക്ക് ചെലവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈവറ്റ് ആയിട്ടും ജോലിക്ക് കയറുന്നില്ല. അങ്ങനെ ഞാൻ കുട്ടികളെ നോക്കി വളരെയേറെ വേദനിച്ച്, ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്താ പറയാ, എൻ്റെ ഒരു നരകജീവിതം എന്ന് വേണേൽ പറയാം. അതൊരു ജോലി ഇല്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥ എൻ്റെ മുന്നിൽ ശരിക്കും വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഒന്ന് പഠിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി വേണമെന്ന് അതിയായ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അങ്ങനെയാണ് ഞാൻ സാറിനെ പരിചയപ്പെടാനിടയായത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് സാറിനെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറ് നോട്ട്സ് ആയാലും ക്ലാസ് ആയാലും ഒക്കെ ഇട്ടു. അതെനിക്ക് വളരെയേറെ ഉപകാരപ്രദമായി. കാരണം ഞാൻ അത്ര പഠിക്കാനായിട്ട് അത്ര വലിയ ഒരിതൊന്നും ഇല്ലായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പം അത് ക്ഷമയോടുകൂടി ഇരുന്ന് അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നടക്കത്തില്ല. കാരണം വെച്ചാൽ സാറിന്റെ ക്ലാസ് എന്താ പറയുക, ഒരു സമയം പോലും കളയാതെ ഇപ്പം ഈവൻ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ബ്ലൂടൂത്തിൽ ഹെഡ്സെറ്റ് വെച്ച് ഞാൻ മൊബൈൽ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ആ ഒരു ടൈം പോലും ഞാൻ വേസ്റ്റ് ആക്കി കളയാണ്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നിങ്ങൾ കിടന്ന് ഉറങ്ങണ സമയത്ത് ഇന്ന് നോട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യും. കാരണം അതൊക്കെ ഈസിയാണ്. സാറിന്റെ ക്ലാസ്സിൽ മൊത്തം നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കൂടുതൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളത്, ഇപ്പം നമുക്കൊരു PSCക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എത്ര വേക്കൻസി ഉണ്ട്, നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ് ആദ്യം ഒഴിവാക്കുക. എത്ര പേര് ഇപ്പം ഈ കേരളത്തിലുള്ള മൊത്തം പേരും എക്സാം എഴുതിയാലും ഒരു വേക്കൻസി ഉള്ളെങ്കിലും എനിക്കത് പ്രശ്നമില്ല, ഞാൻ ഇരുന്ന് പഠിക്കുകയാണ് എന്നുള്ള ഒരു ആ ഉറച്ച ഇതിലിരുന്ന് പഠിക്കുക. അല്ലാണ്ട് എത്ര പേര് എഴുതുന്നുണ്ട്, ഇത്ര പേര് എഴുതുന്നുണ്ട്, എനിക്ക് കിട്ടുമോന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. ആ ഒരു നെഗറ്റീവ് തിങ്കിങ് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ട് ആ ഒരു സമയവും കൂടി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ടോപ്പിൽ തന്നെ വരാനായിട്ട് സാധിക്കും. അത് ഉറപ്പ് തരുവാണ്. പിന്നെ എനിക്ക് ഇപ്പൊ ഈ CDPOയുടെ ഇതില് ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സാറിന്റെ ക്ലാസ്സിൽ കയറിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് വരാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എല്ലാവരും സാറിന്റെ ക്ലാസ് മാക്സിമം യൂസ് ചെയ്യുക. കാരണം പിന്നീട് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ കുറച്ചും കൂടെ എനിക്ക് എഫേർട്ട് ഇടാനായിട്ട് ഇപ്പൊ തോന്നുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സാറ് പറയുമായിരുന്നു എപ്പോഴും, നിങ്ങൾ പഠിക്കും പിള്ളേരെ. നമ്മൾ അന്നേരം ഇത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷെ ഇന്നത് ചിന്തിക്കുമ്പോൾ, ഇന്നത് ഓർക്കുമ്പോൾ ഇച്ചിരി കൂടെ ആ സമയത്ത് ഒന്ന് നമ്മൾ ഇതാകാമായിരുന്നു എന്ന് ഇന്ന് ആ നഷ്ടം ശരിക്കും തിരിച്ചറിയുക. സാറിന്റെ ഓരോ വാക്കുകളും നമ്മളത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. പിന്നെ സാറിന്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ എവിടുന്ന് കിട്ടുന്നേക്കഴിഞ്ഞും വളരെ നല്ല രീതിയിൽ തന്നെയല്ലേ കിട്ടുന്നത്. അത് ഇപ്പം കയറിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതേക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മാക്സിമം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. സാറിന്റെ ക്ലാസ്സിൽ കയറി എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ഒരു ടൈം വേസ്റ്റ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു തരത്തിലുള്ള ഇപ്പം പൈസ ആണെങ്കിലും തുച്ഛമായിട്ടാണ് സാറ് നമുക്ക് മേടിക്കുന്നതെന്നറിയാം, ഒന്നും വേസ്റ്റ് ആകത്തില്ല. എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും. ഇതിന് ഞാനൊരു സാക്ഷി തന്നെയാണ്. കാരണം എനിക്ക് സാറിനെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. തമ്പുരാൻ എനിക്ക് കൊണ്ടു തന്നു എന്ന് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് ഇത്രയാണ് എല്ലാവരോടും പറയാനുള്ളൂ. എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. കുറെ നേരമായി അവളിങ്ങനെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പൊ 3 മാസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട്
ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, ഒരു ടെൻഷനും വേണ്ട, ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, നന്നായിട്ട് പഠിക്കുക. സാറ് പറയുന്നത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക. സാർ ഇടയ്ക്ക് നമുക്കിട്ട് ഒത്തിരി പറയുന്നുണ്ട്, നിങ്ങൾ പഠിക്കുക പിള്ളേരെ, അത് കേൾക്കുമ്പോൾ അത് പഠിച്ചോളുക. ഒന്നും ഓർക്കണ്ട, ആരൊക്കെ എഴുതിക്കോട്ടെ, എവിടുന്നൊക്കെ എഴുതിക്കോട്ടെ, ഒരു വേക്കൻസി ആയിരിക്കാം, ഒന്നും നമ്മൾ അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ പഠിക്കുക, പോയി എക്സാം എഴുതുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക് യു സാർ. ഓക്കെ ജഫ്രി, ചെറിയ ഒരു പൊടിക്കുഞ്ഞിനെ എല്ലാം ഇട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ജഫ്രിയെയും ക്കും വലിയൊരു താങ്ക്സ് പറയുവാണ്. അപ്പോൾ വേറെ ഇനിയിപ്പോൾ വരാമെന്ന് പറഞ്ഞത് വേറെ കുട്ടി ഉണ്ടായിരുന്നു, നിഷിത. അപ്പോൾ എന്നെ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇവരെല്ലാവരും പറഞ്ഞത് സശ്രദ്ധം കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. ഇപ്പം എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, നമ്മൾ അധ്വാനിക്കണം, അധ്വാനിച്ചാലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഇവരോട് എല്ലാവരോടും ചോദിക്കുവാണ്. ഒന്നാമതായിട്ട് ഇൻ്റർവ്യൂവിന് നിങ്ങളെല്ലാവരും പോയതാണല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ എങ്ങനെയാണ്? വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു? അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചൊക്കെ പറഞ്ഞു, സ്മിതയൊക്കെ ആണെങ്കിലും പറഞ്ഞു. എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ സ്മിതയൊക്കെ എന്നെ വിളിച്ചിരുന്നു ഇൻ്റർവ്യൂവിന് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ആ കുട്ടികൾക്ക്, മറ്റുള്ളവർക്ക് അതൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഞങ്ങൾ തീർച്ചയായിട്ടും പിന്നോട്ടില്ല സ്മിത, അല്ലെങ്കിൽ ജഫ്രി, ജസ്ന, ഇതിലുള്ള എല്ലാവരോടും പറയുവാണ്, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും. നാളെകളിൽ ഞങ്ങൾ ഇതുപോലെ പറയാനായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ചിന്തിക്കുന്നത് ഇൻ്റർവ്യൂവിനെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ച് എന്തായിരുന്നു, എത്ര പേര് ബോർഡിലുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ്, അതിൽ ഭാഷ പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ആരെങ്കിലും പറഞ്ഞാൽ മതി, ഉള്ളവർ കേട്ടോ. ആരാണ്? സ്മിത ഉണ്ട്. പറയൂ സ്മിത. സർ, ഇന്റർവ്യൂ നമുക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോർഡായിരിക്കും അവിടെ ഇരിക്കുന്നത്. ആൾക്കാരുടെ എണ്ണം പറഞ്ഞാല് ഞാൻ ചെന്ന ദിവസം 5 പേരുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 3, ചിലപ്പോ 4, അങ്ങനെ നമുക്ക് കറക്റ്റ് ഓരോ ദിവസവും ഇത്ര ആൾക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് എണ്ണമൊന്നും ആയിരിക്കത്തില്ല. ഒരു മിനിമം 2, മാക്സിമം 5, അത്രയും പേരാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. അവര് നമ്മൾ ഭയങ്കര കൂളാക്കും ആദ്യമേ തന്നെ. നമ്മുടെ ബയോഡേറ്റയൊക്കെ ചോദിച്ച് നമുക്ക് ഒരു ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബയോഡേറ്റയിൽ നിന്നാണ് അവർ തുടങ്ങുന്നത് തന്നെ. അപ്പൊ നമുക്ക് അവിടെ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആകും. നമ്മുടെ ഹോബീസ് ഒക്കെ ചോദിക്കും. പിന്നെ നമ്മൾ വായിച്ച പുസ്തകങ്ങള്, പിന്നെ സാറ് ചോദിച്ചില്ലേ ഭാഷ, അത് അവര് മലയാളത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ചിലര് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലും പറഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. അത് കേട്ടില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇല്ല, അങ്ങനെയാ പറഞ്ഞത്. ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൽ നമ്മൾ പറയുക. അവര് ചോദിക്കുന്നതൊക്കെ മലയാളത്തിലൊക്കെയാണ് ചോദിക്കുന്നത്. ചിലര് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത്ര ഡീപ്പായിട്ട് നമ്മൾക്ക് BSc എക്സാമിന് ചോദിക്കുന്നത് പോലൊന്നും ഇന്റർവ്യൂവിന് ആരും ചോദിക്കത്തില്ല. എന്നോട് കുറച്ച് സ്കീംസ് ഒക്കെ ചോദിച്ചു. കാരണം ഇപ്പം നിലവിലുള്ള പുതിയ സ്കീമുകളൊക്കെ അത് ചോദിച്ചു. പിന്നെ ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോമിയോപ്പതി ബേസ് ആയതുകൊണ്ട് എന്നോട് ന്യൂട്രീഷനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഡെഫിഷ്യൻസി ഡിസീസസ്, അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യും, കുട്ടികളുടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ ചോദിച്ചത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കാര്യം ചോദിച്ചു. ഒരു CDP ആയിട്ട് നിങ്ങൾ വന്നാല് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താന്ന് പറഞ്ഞാൽ എല്ലാം എളുപ്പമായിരുന്നു, നമുക്ക് എല്ലാം പറയാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് നമ്മൾ ഒന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മുടെ നോട്ട്സ് എല്ലാം ഒന്ന് വായിച്ചിട്ട് പോയി കറന്റ്ലി ഇത്തിരി കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് നോക്കിയിട്ട് പോകുവാണെങ്കിൽ നമുക്കെല്ലാം പറയാൻ പറ്റും. ഓക്കെ സ്മിത, വിലപ്പെട്ട വിവരങ്ങൾ തന്നതിന് നന്ദി. ഇനിയിപ്പോൾ ICDS സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ടോ? പോയോ? എനിക്ക് അറിയാൻ വയ്യ.
ആരെങ്കിലും ഉണ്ടോ? ജസ്ന, സിബി, ജസ്ന നിങ്ങളുടെ തസ്തികയിൽ ജോലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യം, നമ്മുടെ കുട്ടികൾ നാളെ കയറേണ്ടവരാണ്, അവർ കയറാൻ റെഡിയായി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമായിരുന്നു. സൂപ്പർവൈസറുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? അതെ അതെ, അങ്ങനെയാണ് വർക്ക് പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ICD സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വനിതാ ശിശു വികസന വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ടുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന്റെ ഒരു ചാർജ് ഉണ്ടാവും. ഏതെങ്കിലും ആ പ്രൊജക്ട് പരിധിയിലുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു ചാർജ് ഉണ്ടാവും. ആ പഞ്ചായത്തിൽ വരുന്ന വനിതകളും ശിശുക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഇംപ്ലിമെന്റേഷൻ, പദ്ധതി പ്രൊജക്റ്റുകൾ ചെയ്യുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പദ്ധതികൾ, അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ, പിന്നെ വികലാംഗങ്ങൾ, ഈ 4 വിഭാഗമാണ് മെയിനായിട്ട് നമ്മുടെ കീഴിൽ വരിക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അംഗനവാടി കുട്ടികൾക്കുള്ള പോഷകാഹാരം അല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഫുഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ്, പിന്നെ വയോജനങ്ങൾക്കുള്ള വിവിധ പദ്ധതികൾ ഉണ്ടാവും. അത് ഓരോ പഞ്ചായത്തിലും വിവിധ രീതിയിലായിരിക്കും. അതിൻ്റെയൊക്കെ ഇംപ്ലിമെന്റേഷനാണ് പ്രൊജക്റ്റ്. നമ്മൾ പിന്നെ ഓരോ സാമ്പത്തിക വർഷത്തിലും വിവിധ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കവിടെ നമുക്കായിട്ട് പിന്നെ പ്രൊജക്റ്റുകൾ പിന്നെ പുതുതായിട്ട് കൊണ്ടുവരാനും ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജോലിയുടെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ആ ഒരു പിന്നെ ഗ്രാമപഞ്ചായത്തിലുള്ള അംഗനവാടികളുടെ മൊത്തം ചാർജ്, അതായത് ഇൻസ്പെക്ഷൻ ചാർജ്, അതുപോലെ ആ അംഗനവാടിയിലുള്ള വർക്കേഴ്സിന്, ഹെൽപ്പേഴ്സിന് അവരുടെ ഓണറേറിയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ളതും ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അംഗനവാടികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മൾ CDPO സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജോലിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് സർവീസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ളൊരു ഇന്റഗ്രേഷൻ ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള നമ്മുടെ ഒരു ഇന്ററാക്ഷൻ ഈ ഒരു ജോലിക്ക് ആവശ്യമാണ്. അതായത് നമുക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നല്ല രീതിയിൽ വേണം. ഇപ്പൊ അതില്ലാത്തൊരു ടെൻഷൻ ആവണ്ട, അത് നമുക്ക് ആ സ്കില്ലുകൾക്ക് നമുക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഒക്കെ ഉള്ളൊരു നേച്ചറാണ് നമ്മുടെ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഓഫീസിൽ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി ഉണ്ടാവുക ഈ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ പരിധിയുള്ള പഞ്ചായത്തുമായിട്ടും അതുപോലെ അംഗനവാടികളുമായിട്ടൊക്കെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ പിന്നെ കുടിവെള്ളം, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ, അംഗനവാടികളുടെ ബിൽഡിങ്ങിന്റെ അവസ്ഥകൾ, അതിൽ നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പിന്നെ മെയിനായിട്ട് ഫണ്ടിങ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകൾ വരും, പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ വരും. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതികളൊക്കെ ചെയ്യുക. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പിന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഓഡിറ്റിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുക. പിന്നെ മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഞാൻ സൈക്കോളജി കഴിഞ്ഞതാണ്. സൈക്കോളജിക്കാര് സോഷ്യോളജി, ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, ഈ 4 സബ്ജക്റ്റുകാരാണല്ലോ. നമ്മൾ പഠിച്ച ഡിഗ്രിക്കോ PGക്കോ ഒക്കെ പഠിച്ച തിയറികളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഇവിടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ഫീൽഡ് പിന്നെ ട്രെയിനിങ്ങും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ജോലിയിൽ എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ സീനിയേഴ്സിനോടും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനൊരു മടിയും നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ മടിയും നമുക്ക് തോന്നാൻ പാടില്ല. ഈ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് അങ്ങനെയാണ് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ചിലപ്പോൾ ഒരു കടലിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ കൊണ്ടുപോയിട്ടിട്ട് നീന്തിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിപ്പോ പിന്നെ വിചാരിച്ച പോലെ ആയിക്കൊള്ളുന്നില്ല. കാരണം പുതിയതായിട്ട് ഓരോ കാര്യങ്ങളും പിന്നെ പദ്ധതികളൊക്കെ പുതിയ പദ്ധതികളൊക്കെ വരും. അപ്പൊ അതൊക്കെ നമ്മൾ ചോദിക്കാൻ പഠിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. ചിലപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നമ്മൾ അത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായിരിക്കാം. അപ്പൊ നമുക്കറിയാലോ ഈ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 10 വർഷം അംഗനവാടിയിൽ എക്സ്പീരിയൻസ് 10ാം ക്ലാസ് പാസ് ആയിട്ടുള്ളവർക്ക് സൂപ്പർവൈസറിന്റെ എക്സാം ഉണ്ട്. അവര് നമ്മുടെ ഈ ഇതേ പോസ്റ്റിലേക്കാണ് കടന്നു വരിക.
അപ്പൊ അവരിപ്പോ നമ്മളത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണല്ലോ എന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ എങ്ങനെ ചോദിക്കുക എന്നുള്ള ആ ഒരു കോംപ്ലക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അനുഭവ പരിചയം നമ്മളെക്കാൾ അവർക്കായിരിക്കാം. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരോടും നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ലി നേച്ചറോട് കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ജോലി ഒരിക്കലും ഒരു സ്ട്രെസ്ഫുൾ ആവണമെന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പഞ്ചായത്തിന്റെ ചാർജ് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തില് മെമ്പർമാരുണ്ടായിരിക്കാം, അല്ലെ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകേണ്ടി വരാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നല്ല ഒരു രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെയൊക്കെ സഹകരണം നമുക്കുണ്ടാവും. ആ രീതിയിൽ ഒരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാൻ എന്നൊക്കെ ഉള്ള സ്കില്ല് നമ്മൾ നേടിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയല്ലേ. പിന്നെ അതേവഴി നമ്മൾ മനസ്സിലാക്കുക, ഏത് ജോലി എന്ന് പറഞ്ഞാലും വെറുതെ നമുക്ക് ശമ്പളം അക്കൗണ്ടിലേക്ക് വരുന്ന ജോലി ആവില്ല. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാവാം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാന് ഉള്ളൊരു സന്നദ്ധതയോട് കൂടി തന്നെ അതൊക്കെ ഒരു എന്താണ്, ഒരു ചാലഞ്ചായി എടുത്തിട്ട്, ഒരു രസമായിട്ട് എടുത്തിട്ട് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ ഓഫീസ് ടൈം, അത് ഓഫീസ് മറ്റേ ഫീൽഡ് വിസിറ്റ്, അതൊക്കെ എത്ര ദിവസങ്ങളാണ്, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? എത്ര ദിവസം ഓഫീസിൽ വേണം, എത്ര ദിവസം ഫീൽഡിൽ പോകണം? അത് സാധാരണ നമ്മൾ പറയാനുള്ളത് പിന്നെ വീക്കിലി ബുധനാഴ്ച ഓഫീസിൽ ഉണ്ടാവണം. സാധാരണ അങ്ങനെ ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചകളും ഓഫീസിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഫീൽഡില് നമുക്ക് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് പിന്നെ അംഗനവാടി 20 അംഗനവാടിയെങ്കിലും വിസിറ്റ് ചെയ്യണം എന്നാണ്. വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് പോന്നാൽ പോരാ, അവിടെ ഇൻസ്പെക്ഷൻ, അവിടെ എല്ലാ കാര്യങ്ങളും, അവരുടെയുള്ള രജിസ്റ്ററുകൾ പരിശോധന, അതുപോലെ ഫുഡ് സ്റ്റോക്ക്, അതിന്റെ ഹൈജീന്, പിന്നെ സ്റ്റോക്ക് ഡേറ്റ് തീർന്നത് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ, കുട്ടികൾക്ക് ശരിയായ രീതിയിൽ അവർ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം നൽകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട്. ഇതിലെല്ലാം അവിടെ പോയിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്താനുണ്ട്. പിന്നെ വേറൊന്നുണ്ടാവാൻ നമുക്ക്, നമ്മൾ ഇംപ്ലിമെന്റിങ് ഓഫീസർ ആണല്ലോ പഞ്ചായത്തില്. ഇപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോലെ, മെഡിക്കൽ ഓഫീസറെ പോലെ, വില്ലേജ് ഓഫീസർ പോലെ നമ്മളും ഒരു ഇംപ്ലിമെന്റിങ് ഓഫീസറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ആയിട്ട് ഇതുപോലെ ഇംപ്ലിമെന്റിങ് ഓഫീസേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ എല്ലാ വകുപ്പിലുള്ള ആളുകളെ കൂട്ടിയിട്ട്, അതായത് നമ്മുടെ പ്രൊജക്ടുകൾ അവലോകനം ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ വനിതകളുമായിട്ടും ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. ചിലപ്പം പിന്നെ പഞ്ചായത്തിൽ മീറ്റിങ്ങുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഉണ്ടാവാം. അത് അറ്റൻഡ് ചെയ്യുക, ചിലത് കണ്ടക്ട് ചെയ്യാനുണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മെയിനായിട്ട് പറയാനുള്ളത്, എന്തും നമ്മൾ അതിന്റെ ഒരു സെൻസിൽ ഏറ്റെടുത്ത് അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ട്രെയിനിങ് പിന്നീടുണ്ടോ ജസ്ന? സർ, നമ്മുടെ ഈ ഒരു ജോലിയുടെ ഒരു പിന്നെ പ്രയാസം എന്ന് പറയുന്നത് അതാണ്, ട്രെയിനിങ് കിട്ടാതെയാണ് നമ്മൾ പലപ്പോഴും ഫീൽഡിൽ ഇറങ്ങേണ്ടി വരുന്നത്. ഇപ്പൊ ഞാൻ 2021 ലോക്ക്ഡൌൺ ടൈം കഴിഞ്ഞ ഉടനെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ്, ഒരു 5 days ഓൺലൈൻ ട്രെയിനിങ് ജനുവരി സമയത്ത്, ജൂണിൽ ജോയിൻ ചെയ്തു, ജനുവരിയിൽ ഒരു ഓൺലൈൻ ട്രെയിനിങ് 5 ദിവസം അങ്ങനെ കിട്ടിയെന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ 3 മാസത്തെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്കും ജോയിൻ ചെയ്ത് വിടുന്നതല്ല, ചിലർക്ക് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. പണ്ട് ട്രെയിനിങ്ങിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു, കളമശ്ശേരിയിലൊക്കെ വെച്ചിട്ട് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ തിരുവനന്തപുരം, മിക്കവാറും കളമശ്ശേരിയിലൊക്കെ വെച്ചിട്ടാണ്. കാരണം എൻ്റെ വൈഫിന്റെ മദറും ICDS സൂപ്പർവൈസറായിട്ട് റിട്ടയർ ആയത് ആണ്. അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ട്രെയിനിങ് കളമശ്ശേരിയിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും, നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ നാളെ ആകേണ്ടതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് സംശയമാണെങ്കിലും അവർ പറയും. അപ്പോൾ ചോദിച്ചോളൂ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. ശ്രുതി. സർ, ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ശതമാനം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താലാണ് നമുക്ക് ഒരു പോസിബിലിറ്റി ഉള്ളത്? അങ്ങനെ ഉണ്ടോ? അപ്പൊ അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതിൽ കുട്ടി, നമുക്ക് ഇന്റർവ്യൂവിലെ മാർക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ അവിടുത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്. അതായത് മിനിമം മാർക്ക് 9, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 മാർക്ക് കിട്ടും.
മാക്സിമം മാർക്ക് ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 14 മാർക്കാണ് മാക്സിമം കിട്ടത്തുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു 13 മാക്സിമം കിട്ടിയതെന്ന് തോന്നുന്നു. ശരിയാണോ സ്മിത? CDPOയുടെ മാക്സിമം മാർക്ക് കൊടുത്തിരിക്കുന്നത് CDP 13 മാക്സിമം കണ്ടിട്ടുള്ളത്. 13. മാക്സിമം മാർക്ക് 13 ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയത്. മറ്റ് ചില തസ്തികളുടെ കാര്യത്തിൽ 14 വരെ ചരിത്രത്തിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് മാർക്ക് കിട്ടുക. ഇപ്പോൾ സുൽഫത്ത് പോയായിരുന്നോ? ഇല്ല, പോയോ? കുട്ടി കരഞ്ഞുകൊണ്ട് പോയായിരിക്കും. സുൽഫത്ത് അതേപോലെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ സുൽഫത്ത് എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞു. പക്ഷേ ഒന്നും തെറ്റായിട്ടുള്ളതുമല്ല പറഞ്ഞത്. പക്ഷെ സുൽഫത്തിന് മാർക്ക് കുറവായിരുന്നു എന്നുള്ളതാണ്. 11 മാർക്കേ കൊടുത്തുള്ളൂ. അതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർ ഓരോരുത്തരും അത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല കുട്ടി. നമ്മളെല്ലാം പറയുന്നു. ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത് ഇനി ശരിയല്ലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. സുൽഫത്ത് വളരെ കോൺഫിഡൻറ്റ് ആയിരുന്നു, നല്ല മാർക്ക് കിട്ടും. അതായത് ഫുൾ ഈ പറഞ്ഞ പോലെ 14 13 ആണെങ്കിൽ അത് കിട്ടും എന്നുള്ള, അതായത് ഒരു മാർക്കിൽ തന്നെ നമ്മളുടെ റാങ്കുകൾ അങ്ങ് മിന്നിമറിയും. അത് ഒരേ മാർക്കുള്ള 5 പേര് നമ്മളുടെ സുൽഫത്തിൻ്റെ മുകളിൽ കയറിപ്പോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ 11 മാർക്ക്, ആ കുട്ടിക്ക് 13 ആണെങ്കിൽ ആ കുട്ടി ഒരു 7ാമത്തെ സ്ഥാനം മുന്നോട്ട് കയറിയേനെ. അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആൻസർ ചെയ്താൽ മാത്രം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാക്സിമം അതവർ ചോദിക്കുന്നതെല്ലാം വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അത് നമ്മളെല്ലാം ആൻസർ ചെയ്യണം. എങ്കിലാണ് നമുക്ക് അവരിടുന്ന ഒരു മാർക്ക്, അത് അവരുദ്ദേശിക്കുന്ന രീതിയിലൊരു ആൻസർ കിട്ടാത്തത് കൊണ്ടായിരിക്കാമല്ല. അത് നമുക്കിപ്പോൾ ബോർഡിനെ കുറ്റപ്പെടുത്താനൊന്നും കഴിയത്തില്ല. പക്ഷെ ആ കുട്ടി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് അല്ലേ? സ്മിത എന്താ പറയുന്നേ? ഇതെന്തായാലും പറഞ്ഞു. അതെ സാറേ, ഇന്റർവ്യൂ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും ചോദിച്ചതിനൊക്കെ പറയാൻ പറ്റിയിരുന്നു. മാക്സിമം എനിക്ക് മാർക്ക് പ്രതീക്ഷിച്ചായിരുന്നു, അതുപോലെ ഫിറ്റ് ചെയ്തു. പിന്നെ നമുക്കതിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ഒട്ടും അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അത് ഭാഗ്യം പോലെ. എന്നോട് എനിക്കെല്ലാം അറിയാവുന്നതായിരുന്നു ചോദിച്ചത്. ഓക്കെ സ്മിത. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ആൻസർ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻ്റർവ്യൂകളിലുള്ള പോലെ തന്നെ നമ്മളുടെ അപ്പിയറൻസ്, നമ്മൾ എത്രമാത്രം സ്ഫുടതയോടുകൂടി അത് പറയുന്നു, നമ്മുടെ ആ സ്മാർട്ട്നെസ്, ഇതെല്ലാം ചിലപ്പോൾ ഒരു ഫാക്ടറാണ് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ആ ഒരു രീതികളിലും ചിലപ്പോൾ അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മറുപടി കൊടുക്കാനായിട്ടുള്ള കാലതാമസങ്ങൾ, ഇതെല്ലാം പരിഗണനയിലെടുക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതൊരു നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. 9നും 14നും ഇതുവരെയുള്ള എൻ്റെ അറിവിൽ 14-ന് ഇപ്പുറത്തേക്ക് പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ തസ്തികയിൽ 20-ൽ മുകളിലായിട്ട് 17, 18, 16 ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 14 വരെയാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിലുള്ളൊരു ഇത്. നമ്മളെന്തായാലും അത് നല്ല രീതിയിൽ പറയണം. അതേപോലെ നമ്മളുടെ അപ്പിയറൻസ്, നമ്മൾ അതിനോട് അവരുടെ ഒരു പെരുമാറ്റ ബിഹേവിയറൽ, ഇതൊക്കെ അതൊരു ഫാക്ടറാണ് കേട്ടോ ശ്രുതി. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അതുപോലെ സാർ, ഇപ്പൊ ചില ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ അവര് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ നമ്മുടെ ഡ്രസ്സിങ്? അങ്ങനെ അതിനെ കുറിച്ച്, അതുപോലെ ഡ്രസ്സിന്റെ കളർ, അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. അതിൽ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇതില്ല. ഞാൻ ആദ്യം പറയാം, എന്നിട്ട് പിന്നെ നമുക്ക് അവരോട് ചോദിക്കാം. കാരണം അങ്ങനെ ഒരു മാനദണ്ഡം, പിന്നെ ഒരു ഡ്രസ് കോഡ്, അങ്ങനെയുള്ള ഒരു രീതിയില്ല. പിന്നെ നമ്മൾ എങ്ങനെയായാലും നമ്മളൊരു സ്മാർട്ടായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പോവുക, മനസ്സിലായി. അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു
മോശമായുള്ള രീതിയിൽ നമ്മൾ പോകത്തില്ലല്ലോ. അതേപോലെ വളരെ പരിഭ്രാന്തമായിട്ട് അയ്യോ പേടിച്ചരണ്ടൊക്കെ നമ്മൾ അങ്ങനെ പോകത്തില്ല. നമ്മൾ വളരെ സ്മാർട്ടായിട്ട് ഞാനെല്ലാം പറയും, വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങ് പോവുക. അങ്ങനെയുള്ള ഡ്രസ് കോഡ് അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമ്മൾ ഇതിൽ മാനദണ്ഡം ആക്കത്തില്ല. പ്രത്യേകിച്ച് 20 മാർക്കുകളിലുള്ള കേരള PSCയുടെ എക്സാമുകളെല്ലാം അങ്ങനെയാണ്. അതേസമയം കുട്ടി പറയുന്നത് ശരിയാണ്, അതിന് ഇത്ര മാർക്ക് എങ്ങനെ അത് 100 മാർക്കിൻ്റെ ഇൻ്റർവ്യൂകൾ നടത്തുന്ന ഘട്ടങ്ങളിൽ ഇതെല്ലാം ഓരോരോ ഫാക്ടറുകളാക്കി തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര മാർക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. ഹൈക്കോടതി ചില എക്സാമുകൾ നടത്തുമ്പോൾ അവർ അതിൽ ഇൻ്റർവ്യൂവിന് ചില മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ഇന്ന ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചില കേസുകളിൽ മാത്രം. അതേപോലെ മറ്റുള്ള എക്സാമുകളിലും അതേപോലെയൊക്കെ മാനദണ്ഡങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ കേരള PSCയിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പക്ഷേ മാക്സിമം നമ്മൾ നീറ്റായിട്ട് പോകുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, അതൊക്കെയാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ? അറ്റൻഡ് ചെയ്തവരൊന്ന് പറഞ്ഞാൽ. അതെ സാറേ, ഡ്രസ്സിന് അവിടെ യാതൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എല്ലാവരും സാധാരണ പോലെ തന്നെയാണ് വന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സാരി അങ്ങനെ ഡ്രസ് കോഡ് ഒന്നുമില്ല. പിന്നെ നമ്മള് നല്ല ഹാപ്പി ആയിട്ട് ചെന്നിരിക്കുക. നമുക്ക് ഒട്ടും പരിഭ്രമം ഉണ്ടെന്ന് അവർക്ക് തോന്നരുത്. എന്നോട് ചോദിച്ചു എന്താ ഇത്ര ചിരിച്ചു വരുന്നത് എന്നൊക്കെയാണ് ആദ്യമേ ചോദിച്ചത്. ഈ ചിരി ലാസ്റ്റ് വരെ കാണുമെന്ന് ചോദിച്ചു. അവന് തീർച്ചയായും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ആദ്യം ഒന്ന് അവര് നോക്കും നമ്മളെങ്ങനെയാണെന്ന് അറിയണം. അത് ഒട്ടും പരിശ്രമിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലേ നമുക്ക് കൂളായിട്ട് അവർ ചോദിക്കുന്നതിന് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിയത്തില്ലെങ്കിൽ കൂടി അത് നമുക്ക് നല്ല കോൺഫിഡൻസോടു കൂടി അറിയാവുന്നത് പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശ്രുതി കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയൂ. നമ്മള് എക്സാം ഓൾറെഡി അറ്റൻഡ് ചെയ്ത് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വന്നാലാണ് ഇന്റർവ്യൂവിന് ചാൻസ് കിട്ടുക. അപ്പൊ നമ്മൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ നോളജും കാര്യങ്ങളൊക്കെ എക്സാമിലൂടെ അവര് മെഷർ ചെയ്ത് കഴിഞ്ഞു. ഈ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ അവർ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ഒബ്സർവ് ചെയ്യുക. ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള 1-2 കോളേജുകളിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോയ ഒരാളും കൂടി എന്നുള്ള എക്സ്പീരിയൻസിൽ നമ്മൾ മെയിനായിട്ട് അതൊക്കെയാണ് നോക്കുക. 3 വർഷം ഗസ്റ്റ് ലെക്ചറായിട്ട് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മറ്റു കോളേജുകളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സബ്ജക്ട് നോളജിനപ്പുറം, സബ്ജക്ട് നോളജ് ഓൾറെഡി നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മൾ ആ ഒരു പിന്നെ വ്യക്തി എങ്ങനെ പിന്നെ പെരുമാറുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്റർവ്യൂയിലൂടെ നോക്കുന്നത്. അപ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും എക്സാമിന് പഠിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് തന്നെ പോകണം. കാരണം സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കാം. സിറ്റുവേഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ CDPOയുടെ ഇന്റർവ്യൂ മെയിനായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോഡാറ്റ. അപ്പോൾ നിങ്ങൾ ആശങ്ക ചിലപ്പോൾ ഉണ്ടോ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നുള്ള രീതിയിലൊക്കെ. ഞാൻ ആദ്യം തന്നെ റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബയോഡാറ്റ എടുത്തിട്ട് സാർ 4 പേരുണ്ടായിരുന്നത്, 2 ലേഡീസും 2 ജെൻസും. ഒരു സാറ് ആദ്യം തന്നെ ചോദിച്ചു ആ സൈക്കോളജിയിൽ PhD ആണല്ലേ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ നമ്മളോട് ഇങ്ങോട്ട് അങ്ങനെ പറയുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് പേഴ്സൺ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൂപ്പർവൈസർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അപ്പുറത്തിരിക്കുന്ന മാഡം SCDSൽ സ്കീംസ് അങ്ങനെ കണക്ട് ചെയ്തിട്ട് അപ്പൊ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പൊതുവെ ഇന്റർവ്യൂവിൽ ചോദിക്കാറുള്ളത്. ആ സിറ്റുവേഷനിൽ നമ്മുടെ ബയോഡാറ്റ എടുത്ത് വെച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ട്, കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കറണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളും, കറണ്ട് മീൻസ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കറണ്ട് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഡയറക്ടർ അല്ലെങ്കിൽ പിന്നെ WCDയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ ഇന്റർവ്യൂ എങ്ങനെയാവുന്ന ടെൻഷൻ അടിച്ചിട്ട് എക്സാം എഴുതിയിട്ടില്ലല്ലോ, അതുകൂടി പറയട്ടെ. എക്സാം മാക്സിമം പെർഫോമൻസ്, എക്സാമിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക, എന്നിട്ടല്ലേ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന്റെ ഇത് ഇപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് ഇതിലുള്ള പെർഫോമൻസ് നിങ്ങൾ മോശമാക്കരുത്. അപ്പൊ മാക്സിമം മാർക്ക്, കാരണം ഇതുപോലെ തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. എക്സാമിൽ പരമാവധി നിങ്ങൾ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കിന്റെ ഒരു വില ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ ഇന്റർവ്യൂവിലും സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ഉണ്ടായിക്കോളും. പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഒരു ടെൻഷൻ ആവേണ്ട, അതൊന്നും എല്ലാവരും നോക്കുക. നമ്മുടെ പ്രസന്റേഷനാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് പർദ്ദയും അവസ്ഥയിടുന്ന ഒരാളാണ്. പർദ്ദയിട്ടിട്ട് തന്നെയാണ് എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതൊന്നും അവിടെ ഒരു ഫാക്ടർ അല്ല. ഓക്കെ, ശരി. ഓക്കെ. ഇനി മറ്റെന്തെങ്കിലും വിവരം ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട. ഇത് നമ്മളുടെ കുട്ടികൾ നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രസ്ഥാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇപ്പൊ ഈ ലിസ്റ്റിൽ വന്നവരല്ല, ഒരു ദിവസം എത്ര മണിക്കൂറുകൾ വെച്ച് പഠിക്കുമായിരുന്നു എന്നുള്ള അവരുടെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ ഒന്ന് പറയണമെങ്കിൽ. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് കൊടുക്കൂ കുട്ടികളെ. എന്താണ്, എങ്ങനെയായിരുന്നു, നിങ്ങളെങ്ങനെ പഠിച്ചിരുന്നു എന്നുള്ളത് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. സ്മിത പറയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം എങ്ങനെയാണെങ്കിലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി എങ്ങനെയെങ്കിലും നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ എങ്ങനെ കൂടിയിട്ട് ചിലപ്പം ക്ലാസ് മാത്രം കൂടാനുള്ള സമയം കിട്ടത്തുള്ളൂ, ഒരു 1.5-1.25 മണിക്കൂർ. അത് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ക്ലാസ്സുകൾ കൂടുക, പിന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ അതൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ് കൂടുക. അപ്പൊ ഒരു 1.5-2 മണിക്കൂറോളം ദിവസം നിങ്ങൾ ചുരുങ്ങിയത്. ഇനി എക്സാം അടുത്ത് വരുമ്പോൾ ഡേറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത്രയൊന്നും പോരാ, ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. പിന്നെ എക്സാമിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ മാക്സിമം സമയം എത്ര നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ അത്രയും സമയം നമ്മൾ പഠിക്കുക എന്നേ ഉള്ളൂ. ബാക്കി ആദ്യം തുടക്കത്തിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചേ മതിയാവത്തുള്ളൂ. ഓക്കെ ഓക്കെ സ്മിത. ഇനി എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നാ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊന്ന് സാറിന്റെ നോട്ട്സ് അല്ലാതെ വേറെ സോഴ്സ് ഒക്കെ ഉപയോഗിച്ചാണോ പഠിച്ചിരുന്നതെന്ന്? സ്മിത ഒന്ന് വിശദീകരിക്കൂ. സ്മിത, ജസ്റ്റിന, നിങ്ങൾ രണ്ടുപേരും അത് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു അങ്ങനെയാണെന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പോയെന്ന് തോന്നുന്നു. സിബി, ജഫറി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സുൽഫത്തും പോയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടും ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് പറയുക. പറഞ്ഞതാണ്, പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടൊക്കെ കേൾക്കാതിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആ കുട്ടി നോട്ടുകളും ക്ലാസ്സുകളും മാത്രം തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിന് അത്രയും കണ്ടന്റ്, പിന്നെ റിച്ച് കണ്ടന്റ് ആണ് അല്ലേ. നമ്മള് നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഡീപ്പായിട്ടുള്ള നോട്ട്സ് ആയിരുന്നു. നമുക്ക് ഇനി ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഇത് തന്നെ നമുക്കൊന്ന് നോക്കിപ്പോയാൽ അത്രയും കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. നേരത്തെ ആരും പറഞ്ഞല്ലോ, സിവിൽ സർവീസ് ഉൽപ്പത്താണെന്ന് തോന്നുന്നു. സിവിൽ സർവീസ് അതെ പ്രിപ്പയർ ചെയ്യാൻ വരെ നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വളരെ ഡീപ്പായിട്ടാണ് സാറിന്റെ നോട്ടുകളും ക്ലാസ്സുകളും ഉള്ളത്. പിന്നെ വേറെ ഒരു സോഴ്സിലേക്ക് നമ്മൾ പോകണ്ട. അപ്പൊ നമ്മള് ഒരു മെയിൻ എക്സാം എഴുതുന്നവർക്ക് ഒരു ചെറിയൊരു പ്രശ്നം കുറെ ഒരു നോട്ട് നോക്കും, അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിൽ കുറച്ച് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അതിന് കോൺഫിഡൻസ് തോന്നാത്തപ്പം ഇനി മറ്റു കോച്ചിങ്ങിലേക്ക് പോയാലോ മറ്റു നോട്ടുകൾ നോക്കിയാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഒന്ന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം സാറിന്റെ ക്ലാസ്സുകളിൽ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വളരെയധികം ഡീപ്പ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളതാണ്. പിന്നെ വേറെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല. അത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ പഠിക്കുക. അതുപോലെ തന്നെ റിവിഷൻ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിവിഷൻ ആണ്. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻസ് കാണുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു. കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ റിവിഷൻ തന്നെ വേണം. അപ്പോൾ മാക്സിമം റിവൈസ് ചെയ്യാനുള്ള സമയം കൂടി നിങ്ങൾ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ, ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത്. സ്മിതയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ. ഞാന് സോഷ്യോളജി, സോഷ്യൽ വർക്ക് ഫുൾ സാറിന്റെ നോട്ടായിട്ട്, പിന്നെ ഞാൻ സൈക്കോളജി ആണ് എടുത്തിരുന്നത്. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് സാറ് പഠിപ്പിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കും കൂടെ അതിന്റെ വായിക്കുമായിരുന്നു. പിന്നെ ഹോം സയൻസില് ന്യൂട്രീഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മെഡിസിന് പഠിക്കേണ്ടതായതുകൊണ്ട് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ ടെക്സ്റ്റും കയ്യിലുള്ളത് കൊണ്ട് അത് മാത്രം നോക്കുമായിരുന്നു. ബാക്കി എനിക്ക് അറിയത്തില്ലാത്ത സബ്ജക്റ്റുകൾ ഞാൻ സാറിന്റെ നോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളത് അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് ചെറുതായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു.
ഓക്കെ ഓക്കെ. സുസ്മി കേട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി വേറെന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും പറയുന്നില്ല. അപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ എക്സാം എഴുതിയവരാണല്ലോ. അപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ ചെന്ന് ഇരുന്നപ്പോൾ, അതായത് നമ്മൾ പഠിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു തസ്തികയിലേക്ക് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളവിടെ പോയി ഇരുന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഉള്ള ഒരു അനുഭവം, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ആ സമയത്ത് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അതല്ല, അത് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ടൈം കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയോ? അതേപോലെ ഇപ്പോൾ ക്ലോക്കൊന്നും ഇല്ലല്ലോ എക്സാം ഹോളിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി? കറക്റ്റ് നല്ല കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയോ? അതേപോലെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിച്ചവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് സർഫസ് ലെവലിൽ പഠിച്ച് എന്തെങ്കിലും തലേ ദിവസം പഠിച്ച രീതിയിൽ ഓടിച്ചെന്ന് പോയാൽ എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് വലിയൊരു കാര്യമാണ്. ഇവർ പ്രതീക്ഷിക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. അതൊന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. സർ, നമുക്ക് ഓടിച്ചെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു വന്നത്. നമ്മൾ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കണമായിരുന്നു. പിന്നെ സാറ് ചോദിച്ച പോലെ സാറിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഒത്തിരി ക്വസ്റ്റ്യൻസ് സാറ് നമുക്ക് ഇട്ട ക്വസ്റ്റ്യനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് പുറത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുമായിരുന്നു. എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ എഴുതിയിട്ട് പിന്നെ എനിക്ക് ഏകദേശം തോന്നുന്നതൊക്കെ ഞാൻ കറക്കി കുത്തി വെച്ചു. അതാ എനിക്ക് ഒത്തിരി നെഗറ്റീവ് മാർക്ക് വന്നുപോയി. നമുക്ക് ആദ്യം അറിയാവുന്ന മാത്രം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു 60 മാർക്ക് എനിക്ക് കിട്ടിയേനെ. അതൊരു വലിയ പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ധാരാളം സമയം കിട്ടും, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഒത്തിരി ക്വസ്റ്റ്യൻസ്, കാരണം നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ സാർ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. സമയം എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സമയം കൂടുതലായതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നീട് നമ്മളിരുന്ന് അറിയത്തില്ലാത്തത് ഇതായിരിക്കും എന്നോർത്ത് നമ്മൾ വരച്ചു വെക്കും. അതാണ് പ്രശ്നം. ഓക്കെ സ്മിത. ജസ്ന പോയായിരുന്നു? ജസ്ന ഉണ്ടോ? ടൈം ഒരുപാടായതുകൊണ്ട് ചിലപ്പോൾ ജസ്ന പോയെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടി ചിലപ്പോൾ ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരും പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഉണ്ടോ പഴയ നമ്മളുടെ CDP ലിസ്റ്റിൽ ഇപ്പോൾ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല, എനിക്ക് തോന്നുന്നവരെല്ലാവരും പോയിട്ടുണ്ടാവും. ഓരോരോ തിരക്കുകളാണ്, തിരക്കുകളുടെ ഇടയിൽ നിന്ന്. കാരണം ICDS സൂപ്പർവൈസർമാരുടെ തിരക്കുകളൊക്കെ പറഞ്ഞല്ലോ. കാരണം നമ്മൾക്കിവിടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളുകൾ വന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഒഫീഷ്യലായിട്ടുള്ള. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സ്മിത പറഞ്ഞത് കേട്ടില്ലേ, സമയം കൂടുതലാണ് നമുക്ക് കിട്ടുക. ആ കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ്. അതായത് ആ കൂടുതൽ കിട്ടിയ സമയത്തിരുന്ന് നമ്മൾ അത്തള പിത്തള തവളാച്ച് കളിച്ച് അത് കുറേയൊക്കെ മാർക്ക് ചെയ്ത് മാർക്ക് അങ്ങ് പോയി എന്നുള്ളതാണ് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കൂടുതൽ കിട്ടിയാൽ ഇതൊക്കെ ഒരു അനുഭവ പാഠങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ സമയം കിട്ടിയാലും അത്തള പിത്തള തവളാച്ച് കളിക്കാതെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകണം. വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്ലാസ്സുകൾ, അതേപോലെ നമ്മുടെ നോട്ടുകൾ, ഈ 3 കാര്യങ്ങളും കൊണ്ട് അല്ലേ സ്മിത? ഈ 3 കാര്യങ്ങൾ ഒരുപോലെ പ്രാധാന്യമുള്ളതല്ലേ? ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? പ്രാധാന്യമാണ്. ഇല്ല, ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. 3 ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അതെ, അപ്പോൾ 3 ഒരേപോലെ. ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അത് നേരിട്ട് ഒരു കുട്ടി അത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലർ ഈസി ഗോയിങ് എന്നുള്ള രീതിയിൽ നോട്ട് മാത്രം അങ്ങ് പഠിക്കും, ചിലർ റെക്കോർഡ് വേർഷൻ കേൾക്കാതെ നോട്ട് പഠിക്കും, ചിലർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യത്തില്ല, ചിലർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് പോകും. കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുമല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അതിനുള്ള അനുഭവ സാക്ഷികളാണ് നിങ്ങളോട് സംസാരിച്ചത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരിക്കലും പിന്തിരിഞ്ഞു പോകണ്ട. വലിയ നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കിനിയും പൊൻതൂവലുകൾ കൂട്ടാനുണ്ട് VAJ അക്കാഡമിക്സിന്. നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് ഒത്തിരി പേര്, VAJ കുടുംബത്തിൽ നിന്ന് ഒത്തിരി പേര് സർക്കാർ ജോലികളിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെകളിൽ വേറെവരായിരുന്നു, നാളെകളിൽ നിങ്ങളാണ് ഈ കുടുംബത്തിൽ നിന്ന് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ പരമാവധി എല്ലാവരുടെയും സംശയങ്ങൾക്ക്, അപ്പോൾ നേരത്തെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞ സംശയങ്ങൾക്ക് സാറ് മറുപടി തരും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ചില കുട്ടികൾ ചോദിച്ച സംശയങ്ങൾക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം കൂടി ഞാൻ ഇവിടെ പറയുവാണ്. കാരണം ഈ കുറച്ച് സമയങ്ങളായിട്ട് നല്ലൊരു തിരക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് വിചാരിച്ച് ഞാൻ ഏതെങ്കിലും സമയങ്ങളിൽ അവരുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും തീർത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഒരു വലിയൊരു സങ്കടമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില കുട്ടികൾ പലപ്പോഴും ചോദിച്ചിട്ട്, അത് മുമ്പ് ആ സമയത്ത് CDPയുടെ സമയങ്ങളിൽ എന്തായാലും ഓഫീസൊന്നും ഉണ്ടായില്ല, ജോലി തിരക്കൊന്നും ഉണ്ടായില്ല, കൊറോണ സീസൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടൈം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉടൻ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു. ഇതെന്ന് വെച്ചാൽ കൊടുക്കില്ല എന്നല്ല, ഞാൻ അതുപോലെ തന്നെ ഞാൻ വിളിച്ചു പറയണം എന്നൊക്കെ ഇപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്. ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയണം, തിരക്കാണ്. ഫോൺ വിളിച്ചാൽ ഞാൻ എന്തായാലും തിരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ വിളിക്കും. അത് അപ്പോൾ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ ഒരിക്കലും എന്തായാലും തിരിച്ച് വിളിക്കാതിരിക്കത്തില്ല. എന്നാണെങ്കിലും 2 ദിവസം കഴിഞ്ഞാണെങ്കിലും എന്താണോ താൻ വിളിച്ചതെന്ന് ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്. അവനായി വാട്സാപ്പ് മെസ്സേജുകൾ നോക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യം നിങ്ങളെ അറിയിക്കുവാണ്. അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് അപ്പോൾ ഒരു ഇതായിട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ അന്നന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര വർക്ക് ലോഡും തിരക്കുകളും ഓഫീസ് തിരക്കുകളും ഇവ 2-3 ദിവസമായിട്ട് ആകെ എനിക്ക് എന്നെ വീട്ടിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ വന്നാൽ ഇന്നും നാളെയൊക്കെ കുറേ തിരക്കുകളിലൂടെയാണ്. പക്ഷെ ഞാനിത് വൈകിക്കണ്ട. അപ്പോൾ ഇവരെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഉപദേശം തരണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ഞായറാഴ്ച ഞാൻ പറഞ്ഞു. പക്ഷെ ഞായറാഴ്ച ഇവർ ഭൂരിഭാഗം പേർക്കും പല പല ഫംഗ്ഷനുകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒഴിവ് പറഞ്ഞു. പിന്നെ പറഞ്ഞവർ ചിലരപ്പോൾ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില കുട്ടികൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ തിങ്കളാഴ്ച ആകുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിങ്കളാഴ്ച എന്നാൽ വെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും സമയം ഉണ്ടായില്ല. അത് ഞാൻ ലാസ്റ്റ് ശുഭമുഹൂർത്തത്തിൽ ഓടിയെത്തുവാണ് ചെയ്തത്. അപ്പം അങ്ങനെ കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും ഞാൻ തീർത്തിട്ടേ എന്തായാലും എക്സാമിന് വിടത്തുള്ളൂ. അത് ആധികാരികമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാം സംശയങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ തീർത്തുകൊണ്ടാണ് പോകുന്നത്. അതുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഇനി സമയമൊക്കെ വളരെ വൈകി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും എന്നും പ്രാർത്ഥിക്കാറുള്ളതുപോലെ പ്രാർത്ഥിച്ച് നിർത്താം. എന്തെങ്കിലും ഫസല ചോദിക്കാം. കട്ട് ഓഫ് CDPയോടെ സ്മിത കട്ട് ഓഫ് എത്രയായിരുന്നു? 41 ആയിരുന്നു. സ്മിത പോയോ? 41. കട്ട് ഓഫ് 41 ആയിരുന്നു കുട്ടി. സ്മിതക്ക് എത്ര? 52 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ 41 52 എത്തിയപ്പോഴേക്കും 6ാമത്തെ റാങ്കുകളിൽ എത്തി എന്നുള്ളതാണ് സ്മിത ഇവിടെ പങ്കുവച്ചത്. മനസ്സിലായി? അപ്പോൾ 52 കുറച്ച് സമയം കൂടി, അതായത് അവിടെ ഇരുന്ന് അത്തളപിത്തള തവളാച്ചി കളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലും ഉയർന്ന ഒരു 60 എണ്ണത്തോളം എത്തിയിട്ട് 1ാം റാങ്കുകളിലേക്ക് എത്തിയേനെ. അപ്പോൾ ഇതെല്ലാം അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നെഗറ്റീവ് വന്നു പോയി. കുറേ ക്വസ്റ്റ്യൻസ് എന്നിട്ട് നിയർലി ഒരു 80 അടുത്ത് വരെ ഞാൻ അറ്റൻഡ് ചെയ്തു. കാരണം ആദ്യം എനിക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരുന്ന്, എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതായിരിക്കും വെറുതെ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ എടുത്ത് വായിക്കാൻ നോക്കി. അപ്പൊ
ഈ ആൻസർ ഇതായിരിക്കും എന്നുള്ളത് നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന എഴുതി കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പേനായുടെ നിപ്പ് ഒതുക്കി വെക്കണം എന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ കറപ്പിച്ചോണ്ടേയിരിക്കും. അതെ. അപ്പൊ അത് തന്നെ കാര്യം കേട്ടോ. അതൊരു ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അത് എക്സാമിന് വരുന്നത് ആദ്യം കറക്റ്റ് ആയിട്ട് പിന്നെ സംശയത്തിന്റെ മൊത്തം. അപ്പോൾ അങ്ങനെ ആണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഒരിക്കലും എല്ലാം കൂടി വാരി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതിലൊന്നും നമുക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. അവസാനം ചിലപ്പോൾ നമ്മൾ 100 എണ്ണം ആൻസർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് 50 എണ്ണം തെറ്റ് അല്ലെങ്കിൽ 60 എണ്ണം തെറ്റും ബാക്കിയുള്ളത് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റിലൊന്നും എത്താനായിട്ട് കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാരണം ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം തിരക്കുള്ളതാണ്. പിന്നെ നമുക്ക് പിന്നീട് വിളിച്ചാൽ ഒരു രക്ഷയും കിട്ടത്തില്ല. ഇപ്പം തന്നെ നമ്മൾ വിളിക്കുമ്പോൾ അവർ പലരും കുട്ടികളും പ്രാരാബ്ദങ്ങളും ജോലി തിരക്കും ഒക്കെ ഉള്ളതാണ്. ബാക്കി എല്ലാവരും പോയി. ഇപ്പോൾ സ്മിത മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു മടിയും അതിലെ കാര്യത്തിൽ വിചാരിക്കേണ്ട. നമ്മളുടെ ആ സംശയങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മളിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും ആർക്കും ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇത്രയും സമയം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും, കാരണം എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനി ആണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഒരു റാങ്ക് ലിസ്റ്റിൽ തിരക്കേടില്ലാത്ത ഒരു റാങ്കിൽ ഉൾപ്പെടുകയും ചെയ്ത വളരെയേറെ സമയം 8:15 തുടങ്ങിയിട്ട് ഇത്രയും ഒരു 10 മണിയോളം ചെലവഴിച്ച സ്മിതക്കും അതേപോലെ മറ്റുള്ള ഇവിടെ കൂടിയ ജസ്നയ്ക്കും സുൽഫത്തിനും ജഫ്രിക്കും സിബിക്കും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ഒരുപാട് വിവരങ്ങൾ നിങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാണ്. ഇത് എൻ്റെ വാക്കുകളാണ്. ഇനി ഇതിലുള്ള ആരെങ്കിലും, ഈ കുട്ടികളിലുള്ള ആരെങ്കിലും ഒരാൾ ഒന്ന് അവർ നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു നന്ദി എന്നുള്ള രീതിയിലും ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതിൻ്റെ പേരിലുള്ള ഒരു നന്ദി ഇതിലുള്ള ആരെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാളും മതി, കാരണം നമുക്ക് സമയക്കുറവുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒന്നിനൊന്ന് തയ്യാറാകുക. ആരാണ് തയ്യാറാകുന്നത്? ഫസില ഉണ്ട്. എന്നാൽ ഫസില പറയൂ. പറഞ്ഞോളൂ. ഫസല പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഫസല, എന്തോ ഒരു ഡിസ്റ്റർബൻസ്. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ ക്ലിയർ ആകുന്നത്? ഫസല എന്തോ ഫസല ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നില്ല ഫസല. കുട്ടി കരയുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ശരി. എന്നാ വേറെ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്തൊന്ന് പറയും. ഓക്കെ. അന്ന് സുസ്മിത. ഈ CDP റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരൊക്കെയാണ്? ജസ്ന, ബാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ, ഞങ്ങൾക്ക് ഈ ക്ലാസ് ഈ ഐസിഡിഎസ് സൂപ്പർവൈസർ കോച്ചിങ്ങിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു നിങ്ങളുടെ ഓരോ വാക്കുകളും. കാരണം ഞങ്ങൾ ഇനി ആ ഒരു സിറ്റുവേഷനിലേക്ക് താനുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും വളരെയധികം നന്ദി. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി
ഇത്രയും സമയങ്ങൾ ചെലവഴിച്ച എല്ലാ കുട്ടികൾക്കും, അതേപോലെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട നാളെകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന നിങ്ങൾക്കും, അതുപോലെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിന് 2 വാക്ക് പറയാൻ വേണ്ടി ഫസല ശ്രമിക്കുകയുണ്ടായി. ഫസലക്കും അതേപോലെ നന്ദി രേഖപ്പെടുത്തിയ സുസ്മിക്കും എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ അക്കാഡമിയുടെ പേരിലും എല്ലാം എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുവാണ്. അതേപോലെ ഇതിലുൾപ്പെട്ട എല്ലാവർക്കും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം ഞാൻ തുടങ്ങിയതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. കവി ഉളപ്പമണ്ണ പറഞ്ഞതുപോലെ ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടേതോ. അതെ, ഇവിടെയുള്ള എല്ലാവരും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ എക്സാം എഴുതിയ ഓരോരുത്തരും നമുക്ക് സമ്മാനിച്ചത്, നമുക്ക് പറഞ്ഞു തന്നത് നല്ലതിൻ്റെ, നന്മയുടെ, നമുക്ക് പ്രചോദനത്തിൻ്റെതായിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അതുകൊണ്ട് വേറൊരു എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിരാശ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. നിങ്ങൾ തീർച്ചയായും, ഒരു മഹാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ തീർച്ചയായും ഖേദിക്കാൻ പോകുന്നത് നിങ്ങൾ നടപ്പിൽ വരുത്തി പരാജയപ്പെട്ട കാര്യങ്ങളെ ഓർത്തായിരിക്കില്ല. എന്താണ് പറഞ്ഞത്? നിങ്ങൾ തീർച്ചയായും ഖേദിക്കാൻ അല്ലെങ്കിൽ ദുഃഖിക്കാൻ പോകുന്നത് നിങ്ങൾ നടപ്പിൽ വരുത്തി പരാജയപ്പെട്ട കാര്യങ്ങളെ ഓർത്തല്ല. പിന്നെ എന്തിനെ കുറിച്ച് ഓർത്തായിരിക്കും നിങ്ങൾ ദുഃഖിക്കുക? നിങ്ങൾ ആ കാര്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ചിട്ടും അതിനുവേണ്ടി ഒരു ശ്രമം പോലും നടത്താതിരുന്ന കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. അതായത് ഒന്ന് ശ്രമിക്കാൻ, ആ ICDS സൂപ്പർവൈസർ ആകാൻ അല്ലെങ്കിൽ ആ പ്രൊബേഷൻ ഓഫീസർ ആകാനായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് ഞാൻ ആ തീരുമാനപ്രകാരം പ്രവർത്തിച്ചില്ലല്ലോ എന്നോർത്തിട്ടുള്ള ഒരു ദുഃഖമായിരിക്കും നിങ്ങളെ പിന്നീട് വേട്ടയാടുന്നത്. അതല്ലാതെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നടക്കാത്തതിനെ പറ്റി ആയിരിക്കില്ല ഒരിക്കലും ദുഃഖം ഉണ്ടാകുക. ആ മഹാൻ പറഞ്ഞത് എത്രയോ ശരിയാണ് എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാമായിരുന്നു, എനിക്കത് സമയമുണ്ടായിരുന്നു, ഇത്രയും പേരുടെ പ്രചോദനങ്ങൾ ഞാൻ കേട്ടിരുന്നു, എന്നിട്ടും ഞാനത് പ്രവർത്തിച്ചില്ലല്ലോ എന്നോർത്തിട്ടുള്ളൊരു സങ്കടമായിരിക്കും നിങ്ങളെ ആ ജീവിതത്തിൽ വേട്ടയാടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, സമയം ഇനിയും വൈകിയിട്ടില്ല, ഇനിയും സമയങ്ങൾ ധാരാളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാം. ഇനിയും പഠിക്കാത്തവർ അതിലേക്ക് മുന്നോട്ട് വരണം. അതേപോലെ നിങ്ങളുടെ സഹപ്രവർത്തകരോട്, നിങ്ങൾ ഇനിയും പലപ്പോഴും കോഴ്സിനൊക്കെ ചേരാതിരിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഇനിയും അംഗങ്ങൾ വന്ന് നമുക്ക് അതുപോലെ തന്നെ ഈ ഇതിൽ നിന്ന് നല്ലൊരു ഫലം നമുക്ക് ഈ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരെയും നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രചോദനമാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സർവശക്തനായ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ സർവശക്തനായ സർവചരാചരനാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. തമ്പുരാനെ, ഞങ്ങൾ ഏതെല്ലാം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടാണോ ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തത്, ആ ആവശ്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും എത്തിക്കണേ. അതേപോലെ തന്നെ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് തന്ന അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം നേടാനായിട്ട് സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും അതിനു വേണ്ട കഴിവുകൾ ഇഷ്ടം പോലെ തന്നുകൊണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആ സർവശക്തനായ തമ്പുരാൻ നിങ്ങളെ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. വെൽക്കം.